السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد. നമ്മൾ കിതാബ് തൗഹീദ് വായിച്ചു തുടങ്ങിയിരുന്നു. അടുത്ത ബാബായിട്ട് നമുക്ക് വായിക്കാനുള്ളത് ബാബു മാ ജാഅ മിനത് തഗ്ലീദ് ഫീ മൻ അബദല്ലാഹ ഇൻദ ഖബ്രി റജുലിൻ സാലിഹ് ഫകൈഫ ഇദാ അബദഹു. അല്ലാഹുവിന് ഒരു സാലിഹായ മനുഷ്യന്റെ ഖബറിന്റെ അടുത്ത് വെച്ച് ഇബാദത്ത് ചെയ്യുന്നതിൽ വന്നിട്ടുള്ള വിലക്ക്, താക്കീത്. ഫകൈഫ ഇദാ അബദഹു, അങ്ങനെയാണെങ്കിൽ ഈ സാലിഹായ മനുഷ്യനെ തന്നെ ഒരാൾ ആരാധിച്ചാൽ, അയാൾക്ക് ഇബാദത്ത് എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഇതാണ് ഈ അധ്യായത്തിന്റെ പേര്. ഈ അധ്യായത്തിൽ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഷിർക്കിലേക്ക് എത്തിക്കുന്ന ഒരു വസീലയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ഖായിദയാണ് സദ്ദു ദരീഅ, ഹറാമിലേക്ക് എത്തിക്കുന്ന വസീലകൾ. ദരീഅ എന്ന് പറഞ്ഞാലും വസീല എന്ന് പറഞ്ഞാലും ഒരർത്ഥമാണ്. ഹറാമിലേക്ക് എത്തിക്കുന്ന വസീലകൾ, മാർഗങ്ങൾ ഹറാമാണ്. ഇത് മുത്തഫഖുൻ അലൈഹിയായ, പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത ഒരു ഖായിദയാണ്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ അന്യ സ്ത്രീയുമായി ഒറ്റക്കാവല്, അത് ഹറാമാണ്. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഒരു അന്യ സ്ത്രീ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, പൂർണ്ണമായും മറച്ചിട്ടുണ്ട്, നിഖാബിട്ടിട്ടുണ്ട്, നിങ്ങളടുത്ത് നിൽക്കുന്നുണ്ട്, വേറൊരാളും അവിടെ ഇല്ല, നോക്കുന്നില്ല, അവളെ നോക്കുന്നില്ല, സംസാരിക്കുന്നില്ല. പക്ഷെ അത് ഹറാമാണ്. എന്തുകൊണ്ടാണ്? അത് സദ്ദു ദരീഅയാണ്, ഹറാമിലേക്ക് എത്തിക്കും. ഇതുപോലെ നിരവധി നിയമങ്ങൾ കാണാൻ സാധിക്കും. ഈ ഖായിദയുടെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ശരീഅത്തിൽ നിരവധി നിയമങ്ങൾ കാണാൻ സാധിക്കും. ഒരു ഹറാമിലേക്ക് എത്തിക്കുന്ന വസീലകൾ കൂടി ഹറാമായിരിക്കും. അപ്പൊ അതിൽപ്പെട്ടതാണ് ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഖബറിന്റെ അടുക്കൽ പോയി ഇബാദത്ത് ചെയ്യാതിരിക്കുക. ഇബാദത്ത് ചെയ്യുന്നത് ഹറാമാണ്. കാരണം എന്താ? അത് പതുക്കെ ആ മനുഷ്യനുള്ള ഇബാദത്തായി മാറും. കാരണം എന്തുകൊണ്ടാണ് ഖബറിന്റെ അടുത്തേക്ക് പോകുന്നത്? അവിടെ വെച്ച് ഇബാദത്ത് ചെയ്താൽ എന്തോ ഒരു പ്രത്യേക ഫലമുണ്ട്, അത് കൂടുതൽ അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകും. അപ്പൊ പതുക്കെ പതുക്കെ ഈ ഖബറിനോടൊരു ബഹുമാനം, ഈ മനുഷ്യനോടൊരു ബഹുമാനം, ആ ബഹുമാനം കൂടി അത് ഇബാദത്തായി മാറും. അപ്പൊ ഖബറിന്റെ അടുക്കൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് വിലക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, അന്ന ഉമ്മ സലമ തദക്കറത് ലറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കനീസതൻ റഅത്ഹാ ബിഅർദിൽ ഹബശ. നമ്മൾ സീറയുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ആദ്യ ഹിജ്റ, ഹബശയിലേക്കുള്ള ഹിജ്റയിൽ പങ്കെടുത്ത സ്വഹാബിയത്താണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അവര് ഹബശയിൽ കണ്ട ഒരു കനീസ, ഒരു ചർച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരിച്ചു കൊടുത്തു. ആ കനീസയിൽ കണ്ട രൂപങ്ങൾ, വമാ ഫീഹാ മിനസ് സുവർ, അതിലുള്ള ബിംബങ്ങളും ചിത്രങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഉലൈക ഇദാ മാത ഫീഹിമുർ റജുലു സ്വാലിഹ്, അവരെങ്ങനെ ഉള്ളവരാണ്, അവരുടെ സ്വഭാവം എന്താണ്? അവരുടെ കൂട്ടത്തിൽ സാലിഹായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, ആ മനുഷ്യന്റെ ഖബറിന് മുകളിൽ ഒരു മസ്ജിദ് അവരുണ്ടാക്കും. ഖബറിന് മുകളിൽ എന്ന് പറഞ്ഞാൽ ഖബറിന് സമീപത്താവാം, ഖബറിന് നേരെ മുകളിലാവാം, അവരൊരു മസ്ജിദ് ഉണ്ടാക്കും. വസവ്വറു ഫീഹി തിൽക സുവർ, എന്നിട്ട് ആ ചർച്ചിൽ അവർ ബിംബങ്ങളും ചിത്രങ്ങളും ഉണ്ടാക്കും. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സൃഷ്ടികൾ അവരാണ്. ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. ഈ ഹദീസ് കൊടുത്തിട്ട് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, ഫഹഉലൈ ജമഉ ബൈനൽ ഫിത്നതൈൻ, ഇക്കൂട്ടര്, അതായത് അഹ്ലുൽ കിതാബ്, അവർ രണ്ട് ഫിത്നകൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നു, ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഫിത്നത്തിൽ ഖുബൂരി വ ഫിത്നത്തി തമാസീൽ, ഖബറിന്റെ ഫിത്നയും ബിംബങ്ങളുടെ ഫിത്നയും. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഈ ഭൂമിയിൽ ആദ്യമായി ശിർക്ക് ഉടലെടുത്തത് ആദം അലൈഹിസ്സലാമിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ തലമുറകളിൽ വന്ന 10ാമത്തെ തലമുറയിലായിരുന്നു ആദ്യമായി ശിർക്കുണ്ടായത്. അവർ ശിർക്ക് ചെയ്തത് എങ്ങനെയായിരുന്നു? സ്വാലിഹീങ്ങളായ
ആളുകളുടെ ഖബറിനെ ബഹുമാനിച്ചിട്ടാണ് അവര് ശിർക്ക് ചെയ്തത്. വദ്, സുവാ തുടങ്ങിയ മഹാന്മാരായ ആളുകളെ അവരെ ആദരിച്ച് അവരുടെ ഖബറിൽ തൊട്ടുമുത്തി അങ്ങനെയായിരുന്നു ശിർക്ക് വന്നത്. പിന്നീട് അവർക്ക് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അഹ്ലുൽ കിതാബ് എന്ത് ചെയ്തു? അവരിതിന്റെ കൂടെ ചിത്രങ്ങളുടെ ശിർക്ക് കൂടി അവരതിന്റെ കൂടെ ചെയ്തു. അവ രണ്ട് ഫിത്നയും, ഫിത്നത്തുൽ ഖുബൂരി വ ഫിത്നത്തുൽ തമാസീൽ, ഈ രണ്ട് വഴികളും ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ്. വലഹുമ അൻഹ റളിയല്ലാഹു അൻഹ, ബുഖാരി മുസ്ലിമും ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു. ഖാലത്ത്, അവർ പറഞ്ഞു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി, ലമ്മ നുസില ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം ആസന്നമായപ്പോൾ, തൗഫീഖ യത്റഹു ഖമീസതൻ ലഹു അല വജ്ഹിഹി, തന്റെ മുഖത്തേക്ക് ഒരു പുതപ്പ് ഇങ്ങനെ വലിച്ചിട്ടു വേദന കൊണ്ട്. ഫൈദഗ്തമ്മ ബിഹാ കശഫഹ, ആ തുണി കൊണ്ട് മുഖം മൂടിയപ്പോ ശ്വാസം മുട്ടിയാൽ ആ തുണി മാറ്റും. ഫഖാല വഹുവ കദാലിക്, അങ്ങനെ മരണവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തുണി മുഖത്തിടും, ശ്വാസം മുട്ടുമ്പോൾ തുണി മാറ്റും, പിന്നെ വേദന കൊണ്ട് മുഖം മൂടി വെക്കും. ഇങ്ങനെ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ. നോക്കൂ, നിങ്ങൾ അവസാനം വഫാത്താകുന്ന സമയത്ത് പറയുന്ന വാക്കാണ് ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ. യഹൂദികൾക്കും നസ്രാനികൾക്കും അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, എന്താണ് അവർ ചെയ്തത്? അവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ അവർ മസ്ജിദുകളാക്കി. അമ്പിയാക്കളുടെ ഖബറിൽ പോയി അമ്പിയാക്കൾ ആരാധിച്ചു എന്നല്ല പറയുന്നത്, നേരെ മറിച്ച് അമ്പിയാക്കളുടെ ഖബറിന്റെ അടുത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള പള്ളി ഉണ്ടാക്കി. അതാണ് ഇത്ര ഗൗരവമായിട്ട് പറയുന്നത്. യുഹദ്ദിറു മാ സനഉ, അവരുടെ പ്രവൃത്തിയിൽ നിന്ന് താക്കീത് ചെയ്യുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വലൗലാ ദാലിക ഉബ്രിസ ഖബ്റുഹു, അതില്ലായിരുന്നെങ്കിൽ, ഏതില്ലായിരുന്നെങ്കിൽ, ഈ അഹ്ലുൽ കിതാബ് ചെയ്ത ആ ഫിത്ന, അഥവാ ഖബറിന്റെ അടുക്കൽ വെച്ച് ഇബാദത്ത് ചെയ്യുക എന്നുള്ള ഫിത്ന ഉണ്ടായിരുന്നില്ലെങ്കിൽ ലഉബ്രിസ ഖബ്റുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറും സാധാ മുസ്ലിമീങ്ങളുടെ ഖബർ പോലെ ഒരു പൊതുസ്ഥലത്താക്കുമായിരുന്നു. വീട്ടിലാക്കാനുള്ള കാരണമാണ് പറയുന്നത്. ഗൈറ അന്നഹു ഖശിയ, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു, അയ്യുത്തഖദ മസ്ജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു മസ്ജിദ് ആകുമോ, ഖബർ ആളുകൾ ആരാധിക്കുമോ എന്നല്ല, ഖബറിന്റെ അടുത്ത് വന്ന് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു. അതെന്തിനാ പേടിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, സദ്ദു ദരിയ, ഹറാമിലേക്കുള്ള മാർഗമാണത്. ബുദ്ധിയുള്ള ആളുകളൊക്കെ ഏകോപിച്ചിട്ടുള്ളൊരു കായികയാണ്, തത്വമാണ് സദ്ദു ദരിയ എന്ന് പറയുന്നത്. ഒരു സേഫർ സൈഡ് എടുക്കുക, അത് ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് എന്തിനാണ്? അത്രയും മെറ്റീരിയൽ നമുക്ക് ലാഭിച്ചുകൂടെ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ? അതെന്തുകൊണ്ടാണ്? 1000-ൽ ഒരാൾക്ക് മാത്രമായിരിക്കും ആക്സിഡന്റ് നടക്കുന്നത്, പക്ഷേ ആ ഒരാൾക്ക് ആക്സിഡന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സുരക്ഷയ്ക്ക് വേണ്ടി 999 ആളുകളും ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ ഏത് കാര്യത്തിലായാലും പ്രധാനമായി നമ്മൾ കാണുന്ന കാര്യങ്ങൾ, ഗൗരവം കൊടുക്കുന്ന കാര്യങ്ങൾ, അതിലേക്കുള്ള മാർഗങ്ങൾ കൂടി നമ്മൾ സൂക്ഷിക്കും, അങ്ങോട്ട് അടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ പുറത്ത് കാണിക്കാത്ത അവസ്ഥയിൽ വീടിനുള്ളിലാക്കിയതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നെന്താണ്? ഒരു നബി എവിടെ വെച്ചാണോ മരിക്കുന്നത് അവിടെ ഖബറടക്കണമെന്ന് ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഖബർ പുറത്തായിരുന്നാൽ ആളുകൾ അതിന്റെ അടുത്ത് പോയി ഇബാദത്ത് ചെയ്യും. ഇപ്പോൾ വീടിന്റെ ഉള്ളിലാണെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഒരാൾക്ക് പ്രവേശനം കിട്ടുകയില്ല, അന്യരായ ആളുകൾ കയറാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണത് വീടിനുള്ളിലാക്കിയത്. അപ്പൊ ശിർക്കിലേക്ക് എത്തിക്കുന്ന ഓരോ മാർഗവും എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ അവരെ ശപിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നല്ല വാക്കുകൾ മാത്രം പറഞ്ഞിരുന്ന ആളാണ്. ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ബാബൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറി പറയുന്ന ആളായിരുന്നില്ല. എന്നിട്ടും ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ അഹ്ലുൽ കിതാബിനെ, വേദക്കാരെ ശപിക്കാനുള്ള കാരണം എന്താണ്? അത്രയും വലിയ തെറ്റാണ് അവർ ചെയ്തത്. ഈ ഖബർ മസ്ജിദാക്കുക എന്നുള്ളത്, ഖബറിന്റെ അടുത്ത് പോയി ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്, അത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വൻപാപങ്ങളെക്കാൾ ഗൗരവമുള്ളതാണ്. ഏറ്റവും വലിയ വൻപാപങ്ങളാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും കടുത്ത ഭാഷയിൽ അത് എതിർത്തത്. വലിമുസ്ലിം അൻ ജുൻദുബ് ഇബ്നു അബ്ദുല്ലാഹി قال سمعت رسول الله صلى الله عليه وسلم قبل أن يموت ب5 وهو يقول, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് 5 ദിവസം മുമ്പ് അവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടു, ഇന്നി അബ്റഉ ഇലല്ലാഹി അൻ യകൂന ലീ മിൻകും ഖലീൽ, നിങ്ങൾക്കിടയിൽ നിന്ന് എനിക്കൊരു ഖലീൽ ഉണ്ടാകുന്നതിൽ നിന്ന് ഞാൻ ഒഴിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ്, ആ മരണത്തിന്റെ രോഗം വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള അന്ത്യ വസിയത്തുകളാണ് ഇതൊക്കെ. അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ ആരും എന്റെ ഖലീലല്ല, അങ്ങനെ ഒരാളും എനിക്കില്ല.
ഖലീൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ. ഒരാൾക്ക് ഖലീലായിട്ട് ഒരാളെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഓരോ മനുഷ്യനും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ദീനിലായിരിക്കും. അവൻ എന്താണോ സ്വഭാവം, അവനെന്താണോ അവന്റെ ആദർശം, അത് ഈ വ്യക്തിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ അങ്ങനെ ഖലീലായി ആരെയും സ്വീകരിച്ചിട്ടില്ല. കാരണം ഫഇന്നല്ലാഹ ഖദ് ഇത്തഖദനി ഖലീല കമാ ഇത്തഖദ ഇബ്രാഹിമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീലാക്കിയതുപോലെ എന്നെയും അവന്റെ ഖലീലാക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരാളുമായി അങ്ങനെയുള്ള ബന്ധം എനിക്കുണ്ടാവുകയില്ല. വലൗ കുന്തു മുത്തഖിദൻ മിൻ ഉമ്മത്തി ഖലീലൻ ലത്തഖതു അബൂബക്കറിൻ ഖലീല. അങ്ങനെ ആരെയെങ്കിലും ഞാൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താക്കുമായിരുന്നെങ്കിൽ, ഖലീൽ എന്ന സ്ഥാനം നൽകുമായിരുന്നെങ്കിൽ അത് ഇബ്രാഹിം അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകുമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഫദ്ൽ ഈ ഹദീസിൽ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ള ഒരു പുരുഷൻ, ആയിഷ റളിയല്ലാഹു അൻഹ കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. മൻ അഹബ്ബുൻ നാസി ഇലൈക യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ എന്ന് പറഞ്ഞു. വമിന റിജാൽ എന്ന് ചോദിച്ചപ്പോൾ അബൂഹ എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹുവിനെ പോലും ഇങ്ങനെ ഖലീലാക്കിയിട്ടില്ല. കാരണം അള്ളാഹു എനിക്ക് ഈ സ്ഥാനം തന്നിട്ടുണ്ട്. അലാ വ ഇന്ന മൻ കാന ഖബ്ലക്കും, ഇനിയുള്ളതാണ് പ്രസക്തമായ ഭാഗം. അലാ വ ഇന്ന മൻ കാന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ അഥവാ യഹൂദികളും നസ്രാനികളും, കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ മസ്ജിദാക്കുമായിരുന്നു, അവിടെ പോയി ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഖബറുകൾ മസ്ജിദുകളാക്കരുത്. ഫഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളെ അതിനെ തൊട്ട് തടയുന്നു. സ്വഹീഹ് മുസ്ലിമിലുള്ള യാതൊരു സംശയവുമില്ലാത്ത ഹദീസാണ്. നോക്കൂ, നിങ്ങൾ വഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്. ഇസ്ലാമിക രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്നു, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്, അതുപോലെ വലിയ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട്, ഒരുപാട് അഹ്കാമുകൾ ശരീഅത്തിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവസാന നിമിഷങ്ങളിൽ പറഞ്ഞ വാക്കാണിത്, ഖബറുകളെ നിങ്ങൾ മസ്ജിദുകളാക്കരുത് എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാരണം. സദ്ദു ദരിഅ, അത് ശിർക്കിലേക്ക് എത്തിക്കും. ഖബറിന്റെ അടുത്ത് പോയി ഇബാദത്ത് ചെയ്യും, പിന്നെ ഖബറിൽ കിടക്കുന്ന ആളെ ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയാകും. ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, ഫഖദ് നഹാ അൻഹു ഫി ആഖിരി ഹയാതിഹി. ഇവിടെ നമ്മൾ കണ്ടതുപോലെ തന്റെ ജീവിതത്തിന്റെ അവസാനം 5 ദിവസം മുമ്പ്, മരണത്തിന്റെ 5 ദിവസം മുമ്പ് ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞു, വിലക്കി. തുമ്മ ഇന്നഹു ലഅൻ, പിന്നീട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു. വഹു ഫി സിയാഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവെപ്രാളത്തിൽ കിടക്കുന്ന സമയത്ത് മൻ ഫഅലഹു, ആ പ്രവൃത്തി ചെയ്തവരെ ശപിക്കുകയും ചെയ്തു. അപ്പോ ഖബറുകൾ പള്ളിയാക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്, ശക്തമായി അത് വിലക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അങ്ങനെ ഒരു മസ്ജിദ് ആകുമോ എന്ന് അവിടുന്ന് ഭയപ്പെട്ടിട്ടുണ്ട്. ഈ ഭയം സഹാബത്ത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ സഹാബത്ത് എന്തു ചെയ്തു? അവർ ആ കാര്യം പാലിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആഗ്രഹം അവർ നടപ്പിലാക്കി. ആ ഖബർ ഒരു മസ്ജിദ് ആവാതിരിക്കാൻ വേണ്ടതൊക്കെ അവർ ചെയ്തു. എന്താണ് അവർ ചെയ്തത്? ഒന്നാമത്, ആ ഖബർ പ്രകടമാക്കിയില്ല, ആളുകൾക്ക് കാണാവുന്ന രൂപത്തിൽ ആക്കിയില്ല, മറിച്ച് വീടിനുള്ളിലാക്കി. ആ ഖബർ കണ്ടാൽ മാത്രമാണ് അതിന്റെ അടുത്ത് പോയി നമസ്കരിക്കാൻ സാധിക്കുക. രണ്ടാമത്തേത്, ഒരു സഹാബിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് വന്ന് ദുആ ചെയ്തതായി, പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കുകയില്ല. അവിടെ പ്രത്യേകം പുണ്യം കിട്ടും അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചാൽ എന്ന് വിചാരിക്കുന്ന രീതിയിൽ ഒരു സഹാബിയും അങ്ങനെ ദുആ ചെയ്തത് കാണാൻ സാധിക്കുകയില്ല. മൂന്നാമത്, യാത്ര പോയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അവിടുത്തെ ഖബറിനെ ഒരു സഹാബിയും സിയാറത്ത് ചെയ്തിട്ടില്ല. ഖബർ ഒന്ന് സിയാറത്ത് ചെയ്യാം എന്ന ഉദ്ദേശത്തിൽ പുറപ്പെട്ട് യാത്ര ചെയ്യാൻ പാടില്ല. ഈ ഒരു ഫത്വയുടെ പേരിൽ, ഈ ഒരു മസ്അല പറഞ്ഞതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട പണ്ഡിതന്മാരുണ്ട്, ജയിലിൽ പോയ പണ്ഡിതന്മാരുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അങ്ങനെയുള്ളൊരു പണ്ഡിതനാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അവർ പറയാ? റസൂലിനോട് സ്നേഹമില്ല, റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഒരു സഹാബിയും ചെയ്യാത്ത കാര്യമാണ് ഈ യാത്ര എന്ന് പറയുന്നത്. എത്രമാത്രം സഹാബത്തിന് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിന്റെ ഹദീസ് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? നിങ്ങൾ എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമൊന്ന് വർണ്ണിച്ചു തരണമെന്ന് പറഞ്ഞാൽ എനിക്ക് സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് സഹവസിച്ചിട്ടുള്ള ആളാണ്, ജിഹാദുകൾ പങ്കെടുത്തിട്ടുള്ള ആളാണ്, മജ്ലിസിൽ ഇരുന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ മുഖത്തേക്ക് അങ്ങനെ നോക്കാറില്ലായിരുന്നു, നോക്കാൻ മാത്രം ധൈര്യമില്ല, ബഹുമാനം കൊണ്ട്. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് അവിടത്തേക്ക് വേണ്ടി ജീവൻ
നൽകാൻ, അവിടെ റസൂലിനെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായിട്ടുള്ള സഹാബത്ത്, അവരിൽ ഒരാൾ പോലും ഈ സിയാറത്ത് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ല, അള്ളാഹുവിന് ഇഷ്ടമല്ല, അള്ളാഹുവിന്റെ റസൂലിനും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പൊ ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരാൾ അനുസരിക്കലാണ്, ഒരാൾ പറഞ്ഞ കാര്യം അനുസരിക്കലാണ്. ഇനി ഈ ഫിത്ന, ഖബർ ആരാധിക്കുക അല്ലെങ്കിൽ ഖബറിന്റെ അടുത്ത് പോയി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക, അതുവഴി പതുക്കെ ഖബറിനെ ആരാധിക്കാൻ തുടങ്ങുക എന്നുള്ളത് ആദ്യം ചെയ്തത് നമ്മൾ കണ്ടു അഹ്ലുൽ കിതാബാണ്. അതുപോലെ തന്നെ ഇക്കാര്യം ഈ ഉമ്മത്തിലേക്ക് കൊണ്ടുവന്നത് റാഫിദത്താണ്, ഷിയകളാണ്. അവരാണ് ആദ്യമായി ഖബർ ആരാധന തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫുഖഹാക്കളൊക്കെ, മുസ്ലിം സമുദായത്തിലെ പരിഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാരൊക്കെയും ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്, ഖബറിനടുത്ത് പള്ളി ഉണ്ടാക്കുക എന്നുള്ളത്. 4 മദ്ഹബിലെ പണ്ഡിതന്മാരും ഇത്തിഫാക്കായിട്ടുള്ള കാര്യമാണ്. 4 മദ്ഹബ് മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിലെ സകല ഇമാമിയങ്ങളും ഇത്തിഫാക്കായിട്ടുള്ള കാര്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഇത്തഫഖ അഇമ്മത്തുൽ ഇസ്ലാം, ഇസ്ലാമിക പണ്ഡിതന്മാർ ഇമാമിയങ്ങൾ എല്ലാവരും ഏകോപിച്ചിരിക്കുന്നു അലാ അൻ ലാ യജൂസു ബിനാഉ മസ്ജിദിൻ അലാ ഖബർ, ഒരു ഖബറിന്റെ സമീപത്തും പള്ളി ഉണ്ടാക്കരുത് എന്ന കാര്യത്തിൽ, അത് ഹറാമാണ് എന്ന കാര്യത്തിൽ 4 മദ്ഹബ് മാത്രമല്ല സകല ഇമാമിയങ്ങളും ഏകോപിച്ചിട്ടുണ്ട്. പള്ളി ഖബറിന്റെ അടുത്ത് നമസ്കരിക്കരുത് എന്ന കാര്യത്തിലും ഇമാമിയങ്ങൾ ഏകോപിച്ചിട്ടുണ്ട്. നമസ്കാരം ബാത്തിലാണോ എന്ന കാര്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബാത്തിലാണ് എന്നതാണ് ശരി. ഖബറിന്റെ അടുക്കൽ പോയി നമസ്കാരമില്ല, ജനാസ നമസ്കാരമല്ലാതെ മറ്റൊരു നമസ്കാരവും ഖബറിനടുത്ത് നമസ്കരിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഈ വിലക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിലക്കിയിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, വസ്സലാത്തു ഇൻദഹാ മിൻ ദാലിക്, ഖബറിന്റെ അടുത്ത് പള്ളി എടുക്കരുത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖബറിന് മുകളിൽ പള്ളി എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അടുത്ത് വെച്ച് നമസ്കരിക്കലും അതിൽപ്പെടും. കാരണം മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളൂ? നമസ്കരിക്കുന്ന സ്ഥലം. അപ്പൊ നമസ്കരിക്കരുത് എന്നാണ്. വഇല്ലം യുബ്ന മസ്ജിദുൻ, ഒരു കെട്ടിടം അവിടെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും, വഹുവ മഅനാ ഖൗലിഹാ ഖുശിയ അൻ യുത്തഖദ മസ്ജിദ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, ഖബറിന്റെ അടുത്ത് പള്ളി വരും എന്ന് പേടിച്ചിട്ടാണ് ഖബർ വീടിനുള്ളിലാക്കിയതെന്ന്. അവരുദ്ദേശിക്കുന്നത് പള്ളി എന്ന കെട്ടിടമല്ല, മറിച്ച് അവിടെ നമസ്കരിക്കപ്പെടും എന്നായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ പേടിച്ചത്. കാരണം ഫഇന്ന സ്വഹാബത ലം യകൂനു ലിയബ്നു ഹൗല ഖബ്രിഹി മസ്ജിദ, ഖബറിന്റെ ചുറ്റും ഒരു പള്ളി എടുക്കാൻ മാത്രം അറിവില്ലാത്തവരല്ല സഹാബത്ത്. പക്ഷെ അവിടെ പോയി നമസ്കരിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ആരെങ്കിലും. സ്വഹാബത്തിലെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമായ ആളുകൾ ഒരിക്കലും ഒരു കെട്ടിടം പള്ളി അവിടെ ഉണ്ടാക്കാൻ അനുവദിക്കുകയില്ല. മറിച്ച് ആരെങ്കിലും ഒന്ന് നമസ്കരിച്ചേക്കാമെന്ന പേടി കൊണ്ടാണ് ആ ഖബർ വീടിനുള്ളിലാക്കിയത്. നമസ്കരിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ മസ്ജിദുകളാണ്. ബൽ കുല്ലു മൗദിഇൻ യുസല്ലാ ഫീഹി യുസമ്മാ മസ്ജിദ, ഏത് സ്ഥലം നമസ്കരിക്കാൻ വേണ്ടി ഒരാൾ ലക്ഷ്യം വെച്ചാലും, എന്ന് മാത്രമല്ല എവിടെ നമസ്കരിച്ചാലും ആ സ്ഥലമൊക്കെ പള്ളിയാണ്. കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ജുഇലത് ലീ അൽ അർദു മസ്ജിദൻ വതഹൂറാ, ഭൂമി മുഴുവൻ എനിക്ക് മസ്ജിദും ശുദ്ധീകരിക്കാനുള്ള അഥവാ തയമ്മം ചെയ്യാനുള്ള സ്ഥലവുമാക്കി തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മസ്ജിദ് ആക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമസ്കരിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ മസ്ജിദിനുള്ളിലാണല്ലോ, മസ്ജിദ് നബവിക്കകത്താണല്ലോ, അപ്പൊ പള്ളി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് പള്ളിക്കകത്താണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കാണുന്നത്. അതൊരിക്കലും ഖബറിന് മുകളിൽ അല്ലെങ്കിൽ ഖബറിനടുത്ത് പള്ളി ഉണ്ടാക്കാനുള്ള തെളിവല്ല. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളും പണ്ഡിതന്മാരുടെ വാക്കുകളും ശേഖരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, തഹ്ദീറുസ് സാജിദ് മിൻ ഇത്തിഖാദിൽ ഖുബൂരി മസാജിദ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് തർക്കമില്ലാത്ത വിഷയമാണ്. പിന്നെ എങ്ങനെ മസ്ജിദ് നബിക്കുള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ വന്നു? അത് നമുക്കറിയാം. സഹാബത്തിന്റെ കാലത്ത് മസ്ജിദ് വിപുലീകരിച്ച സമയത്തൊന്നും അവര് ആ ഖബറുള്ള ഭാഗത്തേക്ക് പള്ളി വലുതാക്കിയിട്ടില്ല. ബാക്കി 3 വശത്തേക്കുമായിരുന്നു വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത്. പിന്നീട് സഹാബത്തിന്റെ കാലം കഴിഞ്ഞ് താബിഈങ്ങളുടെ കാലത്ത് വന്ന ഒരു ഭരണാധികാരി അൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ഒരു ഉമവി ഖലീഫ റഹിമഹുല്ലാഹു വഗഫറ ലഹു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം അത്ര ഇൽമുള്ള ഒരാളായി അറിയപ്പെട്ട ഭരണാധികാരിയല്ല, പല അക്രമങ്ങളും ചെയ്തതായി അറിയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ഖബർ പള്ളിക്കകത്താകുന്ന രീതിയിൽ പള്ളി വികസിപ്പിച്ചത്. ആ കാലത്തുള്ള പണ്ഡിതന്മാരോട് അഭിപ്രായം ചോദിച്ചിട്ടല്ല അദ്ദേഹം ചെയ്തത്. ഒരു ആലിമിന്റെ ഫത്വയും അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് അന്നത്തെ പണ്ഡിതന്മാരിൽ പലരും ആ പ്രവൃത്തിയെ എതിർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരിക്കലും ശർഈയായി പ്രാബല്യമുള്ള ഒരു പ്രവൃത്തിയല്ല. ഇനി പള്ളി ഖബറിന് മുകളിലാണെങ്കിൽ ആ പള്ളിയിൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ മസ്ജിദ് നബിയിൽ നമസ്കരിക്കാൻ പറ്റുമോ? മസ്ജിദ് നബിയിൽ നമസ്കരിക്കാം. കാരണം ഈ
ഖബർ നിൽക്കുന്ന സ്ഥലം പള്ളിയല്ല, അത് വീടാണ്. പള്ളി വികസിച്ചപ്പോ അത് വീട് പള്ളിക്കകത്തായി പോയി, ഖബർ പള്ളിക്കകത്തായി എന്ന് മാത്രം. അടിസ്ഥാനപരമായി അത് പള്ളിയിൽപ്പെട്ട സ്ഥലമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണത്. അതുകൊണ്ട് തന്നെ അവിടെ നമസ്കരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഈ വിഷയം പണ്ഡിതന്മാർ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി പല ആളുകളും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ നാട്ടിലും അല്ലാതെയും ഒക്കെയുള്ള ഇസ്ലാമിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളുടെയും ഒരു കാപട്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇസ്ലാമിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ശക്തമായി അതിനെ എതിർക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. അവരിൽ പലരും പോണോ? ശരി, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പഴയ കാലത്തുള്ള ഭരണാധികാരികളുടെ തെറ്റുകൾ വരെ എടുത്തു പറയും. ഇപ്പോൾ ഉള്ളവർ മാത്രമല്ല, മരിച്ചുപോയ ഉമറാക്കളെ പഴയ അമീർമാരുടെ കുറ്റങ്ങൾ പറയും. എത്രത്തോളം എന്ന് വെച്ചാൽ സഹാബത്തിനെ വരെ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കുറ്റങ്ങൾ വരെ പറയുന്ന ആളുകളുണ്ട്. അവരാരും ഈ ഒരു തെറ്റിനെ കുറിച്ച് പറയാറില്ല. ഇത് യഥാർത്ഥത്തിൽ വലിയൊരു തെറ്റാണ്. ഇവരൊന്നും ചെയ്യുന്ന തെറ്റ് പോലെയല്ല. ഇപ്പൊ ബാങ്ക് ഉണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ സിനിമാ തിയേറ്റർ തുടങ്ങി, വേറെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു, അതിനോടൊക്കെ കിടപിടിക്കുന്ന, അതിന്റെ മുകളിൽ വരുന്ന തെറ്റാണ് ഖബറ് പള്ളിക്കകത്താക്കി എന്നുള്ളത്. ഈ പ്രവൃത്തി ഒരു ആലിമിന്റെയും പിന്തുണയില്ല. ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി പണ്ഡിതന്മാർ പറയുന്നത് ഇത് ശരിയാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ, അതായത് ഖബറിനെ പള്ളിയിൽ അകത്താക്കാം എന്നൊരാൾ വിശ്വസിച്ചാൽ, അങ്ങനെ ചെയ്ത ഒരു ഭരണാധികാരിയെ അത് അയാൾ ചെയ്തത് ശരിയായി എന്നൊരാൾ മനസ്സിലാക്കിയാൽ, എന്നൊരാൾ വാദിച്ചാൽ അത് ശിർക്കാണ്. കാരണം ഒരു ഹറാമിനെ ഹലാലാക്കുകയാണ്, അത് ശിർക്കാണ്. പക്ഷേ ഈ ഭരണാധികാരികളുടെ കുറ്റങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളൊന്നും ഈ തെറ്റിനെ കുറിച്ച് പറയാറില്ല. യഥാർത്ഥം നമുക്ക് പറയാനുള്ളത് അതാണ്. ഒരു ഭരണാധികാരി പണ്ഡിതന്മാരുടെ അഭിപ്രായമോ ശറഇന്റെ ഹുക്കുമോ നോക്കാതെ ചെയ്ത ഒരു കാര്യം മാത്രമാണ് അത്. ഇനി പള്ളിയിൽ ഖബറടക്കുന്ന വിഷയം, ഖബറിന് മുകളിൽ പള്ളി എടുക്കരുത് എന്ന് വ്യക്തമായി ഹദീസുകൾ വിലക്ക് വന്നിട്ടുണ്ട്. പള്ളിയിൽ ഖബറടക്കുകയാണെങ്കിലോ അതും പാടില്ല. കാരണം ഇതേ അവസ്ഥയാണ്. പള്ളിക്കകത്ത് ഖബറടക്കിയാൽ എന്താ സംഭവിക്കുക? ലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ് എന്ന് പറഞ്ഞ ഹദീസിന്റെ വിലക്കിൽ അതും ഉൾപ്പെടും. ഇനി പള്ളിക്കകത്ത് ഒരാൾ ഖബറടക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഖബറ് അത് മാന്തി അതിനുള്ളിലുള്ള എല്ലോ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എടുത്തു കൊണ്ടുപോയി പുറത്തേക്ക് മാറ്റണം. ആ പള്ളി അതിൽ നിന്ന് ശുദ്ധീകരിക്കണം. മറ്റൊരു ഹദീസ് ഈ ബാബിലുള്ളത് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന മിൻ ശിറാരിൻ നാസി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്ന മിൻ ശിറാരിൻ നാസി, ജനങ്ങളിൽ ഏറ്റവും മോശമായ ആളുകളാണ് മൻ തുദ്രികുഹും അസ്സാഅത്തു വഹും അഹ്യാ, അന്ത്യദിനം സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ. ഏറ്റവും അവസാന കാലത്ത് ഒരു കാറ്റടിക്കുകയും മനസ്സിൽ അല്പമെങ്കിലും ഈമാനുള്ള ആളുകൾ മരണപ്പെടുകയും ചെയ്യും. പിന്നെ ബാക്കി ഉണ്ടാവുന്നത് ഏറ്റവും മോശപ്പെട്ട ആളുകളായിരിക്കും. വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ്, അവരോട് താരതമ്യം ചെയ്ത് അവരുടെ കൂടെ പറഞ്ഞത് വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ്, ഖബറുകൾ പള്ളിയാക്കുന്ന ആളുകളും. അപ്പൊ മനസ്സിൽ കടുകുമണി പോലും ഈമാനില്ലാത്ത ആളുകളാണ് ഖിയാമത്തിൽ ബാക്കി ഉണ്ടാവുക. അവരുടെ കൂടെയാണ് പറഞ്ഞത് ആര്? ഖബറുകളിൽ പള്ളിയെടുത്ത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഖബർ കിടക്കുന്ന ആളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം വളരെ വലുതാണ്. അടുത്ത ബാബ്, ബാബുൻ മാ ജാഅ അന്നൽ ഗുലൂവ ഫീ ഖുബൂരിസ് സാലിഹീൻ യുസയ്യിറുഹാ ഔഥാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്. കഴിഞ്ഞ ബാബുമായി ബന്ധമുള്ളതാണ്. ഖബറുകളിൽ നമസ്കരിക്കാൻ പാടില്ല, ഖബറിനടുത്ത് വെച്ച് നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ നമസ്കരിക്കുകയും ആ ഖബർ തൊട്ടുമുത്തുകയും അതിനെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്താൽ എന്തായി മാറും? ഒരു ബിംബത്തിന് തുല്യമാകും ഈ ഖബർ എന്ന് പറയുന്ന അധ്യായം. റവ മാലിക്കുൻ ഫിൽ മുവത്ത, ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മുവത്ത എന്ന ഹദീസ് കിതാബിൽ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവേ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വസൻ ആക്കരുത്, വിഗ്രഹമാക്കരുത്. എന്താണ് വസൻ എന്ന് പറഞ്ഞാൽ? വസൻ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് മാ യുബാശിറുഹുൽ ആബിദ്, ഒരു ആരാധകൻ, ആരാധിക്കുന്ന മനുഷ്യൻ, അവൻ നേരിട്ട് തൊടുകയോ കാണുകയോ ഒക്കെ ചെയ്ത് നേരിട്ട് ഇടപഴകുന്ന ആരാധ്യ വസ്തു, അതാണ് വസൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അള്ളാഹുവിനെ കാണുന്നില്ല, പക്ഷെ ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരെന്ത് ചെയ്യുന്നു? അവരാരാധിക്കുന്ന ബിംബത്തെ കാണുന്നു, തൊടുന്നു, പിടിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ നേരിട്ട് ഇടപഴകുന്ന ആരാധ്യ വസ്തുവിനാണ് വസൻ എന്ന് പറയാം. ഇപ്പൊ കാണാത്ത ഒരു അദൃശ്യമായ ശക്തി ആരാധിക്കുകയാണെങ്കിൽ അതിനെ വസൻ എന്ന് പറയുകയില്ല. കാണുക എന്ന് പറഞ്ഞാൽ നേരിട്ട് അടുത്ത് നേരെ കാണുന്ന, മുബാശറത്ത് എന്ന് പറഞ്ഞാൽ അതാണ് നേരിട്ട് ഇടപഴകുന്ന വസ്തു. അതല്ലാത്ത ഒന്നിനെ ആരാധിക്കുകയാണെങ്കിൽ അതിന് വസൻ എന്ന് പറയുകയില്ല. അപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രാർത്ഥിച്ചത് എന്റെ ഖബറിനെ ഒരു വസനാക്കരുത്, വിഗ്രഹമാക്കരുത് എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ഈ പ്രാർത്ഥനയ്ക്കെതിരാണോ ഇന്ന് ചില ആളുകൾ ചെയ്യുന്നത്? ഖബറിന്റെ അടുത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ മസ്ജിദ് നബവിയിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽ ഹുജറത്തുൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ മുറി, അതിന്റെ പുറത്ത് പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് അത് എതിരാണോ? എതിരല്ല. കാരണം അവർ കാണുന്നില്ല, അവർ ആ ഖബർ കാണുന്നില്ല, തൊടുന്നില്ല, അവർക്കതുമായി മുബാശറത്ത്, നേരിട്ടുള്ള ഇടപഴകൽ സാധിക്കുന്നില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിനെ സംരക്ഷിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ ആരാധിക്കാൻ കിട്ടാത്ത വിധത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ആ ഖബറിന് ചുറ്റും 3 മതിലുകളുണ്ട്. ആ 3ാമത്തെ മതിലാണ് ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ കാണുന്നത്. അവർക്ക് ആ മതിലിനെ ആരാധിക്കാൻ സാധിക്കുള്ളൂ, ഒരിക്കലും ഖബറിനെ ആരാധിക്കാൻ സാധിക്കുകയില്ല. ഈ ഖബറിനെ വസനാക്കാൻ അവർക്ക് സാധിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്തദ്ദ ഗളബുല്ലാഹ്, അല്ലാഹുവിന്റെ കോപം കടുത്തിരിക്കുന്നു, അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്, തങ്ങളുടെ അമ്പിയാക്കളുടെ ഖബർ മസ്ജിദാക്കിയ ആളുകളോട്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആരുടെ ഖബറിന്റെ അടുത്താണ് പോയി അവർ നിസ്കരിക്കുന്നത്, മസ്ജിദാക്കിയത്? അമ്പിയാക്കളുടെ. അതിനേക്കാൾ മഹാന്മാരിനെ ആരെങ്കിലും ഉണ്ടോ? സാധാരണ പറയാറുള്ളത് സാധാരണക്കാരുടെ ഖബറിന്റെ അടുത്ത് പോകുന്നത്, നിസ്കരിക്കുന്നതും സാധാരണക്കാരുടെ ഖബർ കെട്ടിപ്പൊക്കുന്നതൊക്കെയാണ് ഹറാം എന്ന് പറയും ഈ ഹദീസൊക്കെ പറയുമ്പോൾ. മഹാന്മാരുടേത് കുഴപ്പമില്ല. അമ്പിയാക്കളെക്കാളും വലിയ മഹാന്മാരുണ്ടോ? ഇല്ല. 2, ആ അമ്പിയാക്കളുടെ ഖബറിന്റെ അടുത്ത് പോയി അമ്പിയാക്കളോട് ദുആ ചെയ്യുന്നൊന്നുമില്ല. മസാജിദ്, അവിടെ മസ്ജിദാക്കി സുജൂദ് ചെയ്യുന്നത് മാത്രം, അള്ളാഹ്ക്കാ സുജൂദ് ചെയ്യുന്നത്. 3ാമത്തേത്, ഈ കാര്യം ചെയ്യരുത്, അതൊരു ഹറാമാണെന്ന് മാത്രമല്ല റസൂൽ പറഞ്ഞു, ഇഷ്തദ്ദ ഗളബുല്ലാഹ്, അള്ളാഹുവിന്റെ കോപം കടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ വലിയ ഒരു പാപമാണ് ഏറ്റവും വലിയ മഹാന്മാരായ അമ്പിയാക്കളുടെ അടുത്ത് പോയി, അവരുടെ ഖബറിന്റെ അടുത്ത് പോയി അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോ ഈ ഖബറിൽ കിടക്കുന്ന അമ്പിയാക്കളെ അല്ലെങ്കിൽ സ്വാലിഹ്യങ്ങളെ ആരാധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർക്ക് സുജൂദ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ കാര്യം വ്യക്തമാണ്. മാത്രമല്ല, ചില സമയത്ത് വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നതിനേക്കാൾ ഭയഭക്തിയോടുകൂടിയായിരിക്കും ഖബറുകൾ ആരാധിക്കപ്പെടുക. അതുകൊണ്ടാണ് ഖബറിന്റെ കാര്യം ഇത്രയും ഗൗരവമായി പറഞ്ഞത്. കാരണം ഒരു വിഗ്രഹത്തിന്റെ അടുത്ത് പോകുന്ന ആൾക്കറിയാം ഇത് ജീവനില്ലാത്തൊരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അവിടെ കാണിക്കുന്ന ഭക്തിയും പ്രകടനങ്ങളൊക്കെ ചിലപ്പോ കുറവായിരിക്കും. എന്നാൽ ഖബറിൽ ഒരു സ്വാലിഹായ മനുഷ്യനുണ്ട്, അയാൾക്ക് ഒരു മഹത്വമുണ്ട് എന്നറിയാം. അതുകൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ നടക്കുന്ന ശിർക്ക് കൂടുതൽ കടുത്തതായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ശക്തമായ ഭാഷയിൽ ഇഷ്തദ്ദ ഗളബുല്ലാഹ്, അല്ലാഹുവിന്റെ കോപം കടുത്തതായിരിക്കും എന്ന് പറഞ്ഞത്. വലിബ്നി ജരീർ ബിസനദിഹി അൻ സുഫ്യാന അൻ മൻസൂർ അൻ മുജാഹിദിൻ റഹിമഹുല്ലാഹ്. ഇമാം മുജാഹിദ് ഇബ്നു ജബർ എന്ന് പറയുന്ന താബിഈ പറഞ്ഞതായി ഇമാം ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, സൂറത്തു നജ്മിലെ ആയത്താണ്. ലാത്തയെയും ഉസ്സയെയും നീ കണ്ടുവോ? ഈ ലാത്തയും ഉസ്സയും ആരാണ്? ശരിക്കും ലാത്ത് എന്നാണ്. ലാത്ത എന്നുള്ളത് നമ്മുടെ മലയാളമാണ്. അറബിയിൽ അല്ലാത്തു എന്നാണ് പേര്. ഇപ്പൊ ഈ ലാത്തയെയും ഉസ്സയെയും കണ്ടുവോ? ആരാണ് ലാത്ത? മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹ് പറയുന്നു, ഇമാം മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പോയി വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും ഓതി അതിന്റെ തഫ്സീർ പഠിച്ചിട്ടുണ്ട് മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാഹ്. അദ്ദേഹം സുജൂദിൽ കിടന്നാണ് മരണപ്പെടുന്നത്. വലിയ മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, കാന യലുത്തു ലഹുമുസ് സബീഖ്, ഈ ലാത്ത് എന്ന് പറയുന്ന ആള് അദ്ദേഹം തന്റെ കാലത്ത് ആളുകൾക്ക് സവീഖ് എന്ന് പറയുന്ന ഒരു പാനീയം കലക്കി കൊടുക്കാറുണ്ടായിരുന്നു. ഫമാത, അദ്ദേഹം മരിച്ചുപോയപ്പോൾ ഫഅഖഫു അലാ ഖബ്രിഹി, അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് അവര് ഇഅ്തികാഫിരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെ ആരാധിച്ചു എന്ന് പറയുന്നില്ല, അവിടെ ഇഅ്തികാഫിരുന്ന് അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ശിർക്കുണ്ടായത്. വകദാ ഖാല അബുൽ ജൗസാഇ അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായും ഇതേ വാക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാന യലുത്തു സവീഖ ലിൽ ഹജ്ജ്, ഹാജിമാർക്ക് ഹജ്ജ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് പാനീയം, ഈ സവീഖ് എന്ന് പറയുന്ന പാനീയം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇദ്ദേഹം സാലിഹായ ഒരു മനുഷ്യനാണെന്ന് വ്യക്തമായി. ഹാജിമാർക്ക് സഹായം ചെയ്യുന്ന ഒരു മഹാനാണ്. അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് അള്ളാഹ്ക്കാണ് ഇബാദത്ത് ചെയ്യുന്നത്. അതാണ് പിന്നീട് ഷിർക്കായി മാറിയത്. അതാണ് ഏറ്റവും വലിയ ഒരു വിഗ്രഹമായി മാറിയത് ലാത്ത് എന്ന് പറയുന്നത് മക്കയിലെ. അപ്പോ എത്രമാത്രം ഗൗരവമുണ്ട് വിഷയം. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, قال رسول الله صلى الله عليه وسلم قال لعن رسول الله صلى الله عليه وسلم زائرات القبور, അല്ലാഹുവിന്റെ റസൂല് ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിട്ടുണ്ട്. വൽ മുത്തഖിദീന അലൈഹ സുറുജ്, ആ ഖബറിന്റെ മുകളിൽ വിളക്കുകൾ കത്തിക്കുന്ന ആളുകളെയും ശപിച്ചിട്ടുണ്ട്.
ഇപ്പൊ 2 കാര്യങ്ങളാണ് ഈ ഹദീസിൽ വിലക്കുന്നത്. ഒന്ന്, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ, അല്ലെങ്കിൽ സ്ത്രീകൾ ഖബർ സന്ദർശിക്കുന്നതിന് വിലക്കുന്നുണ്ട്. ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായമുണ്ട്. ചിലര് ജായിസാണെന്ന് പറഞ്ഞിട്ട് അനുവദിച്ചിട്ടുണ്ട്, ചിലര് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അത് ഹറാമാണ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഹദീസാണ് അവരുടെ ഏറ്റവും വലിയ തെളിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസ് കാണാം, നുഹീന അൻ ഇത്തിബാഇൽ ജനായിസ്, ജനാസ പിന്തുടരുന്നതിൽ നിന്ന് ഞങ്ങളെ വിലക്കിയിട്ടുണ്ട്, സ്ത്രീകളെ വിലക്കിയിട്ടുണ്ട്. അപ്പൊ സ്ത്രീകൾ ഖബർ സന്ദർശിക്കുന്നത് ഹറാമാണ് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതാണ് ഹദീസിനോട് യോജിച്ചതായി കാണുന്നത്. അത് വൻപാപമാണ് എന്നാണ് അവർ പറയുന്നത്. കാരണം ലഅനത്ത്, ശാപം എന്നുള്ളത് വൻപാപത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഒരു പ്രവൃത്തിക്ക് ശാപമുണ്ട്, ലഅനത്തുണ്ട് എന്ന് പറയൽ അത് വൻപാപത്തിൽപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ ഖബർ സിയാറത്തിൽ നിന്ന് വിലക്കിയത്? പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, അവർക്ക് ക്ഷമ കുറവായിരിക്കും. അപ്പൊ ഖബറിന്റെ അടുത്തെത്തുമ്പോൾ മരിച്ചുപോയത് അടുത്ത ബന്ധുക്കളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവര് ക്ഷമ നഷ്ടപ്പെടുകയും അവിടെ ഉറക്കെ കരയുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഫിത്നയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ തറക്തു ബഅദി ഫിത്നതൻ അദറ അലർ റിജാലി മിനൻ നിസാ, എന്റെ ശേഷം സ്ത്രീകളെ പോലെ വലിയൊരു ഫിത്ന ഞാനിവിടെ വിട്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം സ്ത്രീകൾ മോശമാണെന്നല്ല. കാരണം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. അപ്പൊ ചിലപ്പോൾ ഖൈർ കൊണ്ടായിരിക്കും പരീക്ഷിക്കുക, ചിലപ്പോൾ ഷർറ് കൊണ്ടായിരിക്കും പരീക്ഷിക്കുക. അപ്പൊ പരീക്ഷണമാണ്. സ്ത്രീകൾ പുരുഷന്മാർക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ശറഇന്റെ നിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ അപകടം ആയി മാറുകയും ചെയ്യും. അതുകൊണ്ടാണ് അവരെ വിലക്കിയത്. ഇനി ഈ വിലക്ക് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ്? വൽ മുത്തഖിദീന അലൈഹ സുറുജ്, ഖബറിന് മുകളിൽ വിളക്ക് കത്തിച്ചു വെക്കുന്നതും അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാള് ഒരു ചെറിയ വെളിച്ചം, ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ചിട്ട് ഒരു ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. എന്താ അയാൾ ചെയ്തത്? അതിന്റെ പേരിലാണ് അയാളെ ശപിച്ചിരിക്കുന്നത്. ആരെയും ശപിക്കാത്ത, സാധാരണഗതിയിൽ ആരെയും ശപിക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഈ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തെറ്റായത്? അതിനുള്ള ഉത്തരം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതാണ്. ശദ്ദു ദരിയ, ഹറാമിലേക്ക്, അപകടത്തിലേക്കുള്ള മാർഗങ്ങൾ ഇസ്ലാം തടയും. അപ്പൊ ഈ വിളക്ക് അവിടെ കൊണ്ടുപോയി വെക്കുന്നത് എന്തിനാ? ആ ഖബറിന്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് വെളിച്ചം കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ ആ വിളക്ക് കത്തിക്കൽ തന്നെ ഒരു ഇബാദത്തായി കാണുന്നവരുണ്ടായിരിക്കും. അപ്പൊ ഖബറിന്റെ അടുത്ത് വിളക്ക് കൊണ്ടുപോയി വെച്ച് ആ ഖബറിനെ ബഹുമാനിച്ച് അത് പിന്നീട് എന്താവും? ഈ ഖബറിൽ കിടക്കുന്ന ആൾക്ക് ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലെത്തും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ശക്തമായി ഇതിനെ വിലക്കിയത്. അടുത്ത അധ്യായം, ബാബുൻ മാ ജാഅ ഫി ഹിമായത്തിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്ത് തൗഹീദ്. മുഹമ്മദ് അൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ, അവിടുന്ന് തൗഹീദിന്റെ അതിര് സംരക്ഷിച്ചതിന്റെ അധ്യായം. വസദ്ദിഹി കുല്ല തരീഖിൻ യൂസിലു ഇല ശിർക്ക്, ശിർക്കിലേക്ക് എത്തിക്കുന്ന എല്ലാ മാർഗങ്ങളും അവിടുന്ന് തടഞ്ഞു എന്നതിന്റെ അധ്യായം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെ വാക്കുകളുണ്ടോ പ്രവൃത്തികളുണ്ടോ അതൊക്കെ തടഞ്ഞിട്ടുണ്ട്, അതെല്ലാം വിലക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. അപ്പൊ തൗഹീദ് എന്ന് പറയുന്നത് ശിർക്കിലേക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പഠിക്കുന്നത് അനിവാര്യമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ 13 വർഷവും മദീനത്ത് 10 വർഷവും 23 വർഷം തൗഹീദ് പഠിപ്പിച്ചിട്ടാണ് മരിക്കുന്നതിന്റെ ആ ദിവസവും 5 ദിവസം മുമ്പും ശിർക്കിലേക്കുള്ള വസീലകളെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ തൗഹീദിനെ കുറിച്ച് അവർക്ക് അറിയാഞ്ഞിട്ടല്ല. ചില ആളുകൾ പറയും, നമുക്കിപ്പോൾ തൗഹീദിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളിത് പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. അതാണ് ഏറ്റവും വലിയ ജഹൽ എന്നാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബഹാത്ത് എന്ന കിതാബിൽ പറഞ്ഞത്. ഏറ്റവും വലിയ ജഹലിന്റെ തെളിവാണത്. തൗഹീദ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു എന്ന് പറയൽ. തൗഹീദിന്റെ അടിസ്ഥാനം നമുക്കറിയാമായിരിക്കും, പക്ഷെ ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴികൾ, തൗഹീദ് ദുർബലമാകുന്ന കാരണങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയാലും പോരാ, ഇടക്കിടക്ക് ആവർത്തിച്ചു കൊണ്ടിരുന്നിട്ടില്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോകും. സംഭവിച്ചു പോയാലുള്ള അപകടം എന്താണ്? ഫഖദ് ഹറമ അലൈഹിൽ ജന്ന, സ്വർഗം അവന് ഹറാമായി. അതുകൊണ്ടാണ് ഇത് എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ ഒരു കാര്യത്തിന് അപകടം കൂടുതലാണെങ്കിൽ അത് നമ്മൾ നിരന്തരം അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും, നിരന്തരം അതിന്റെ ഗൗരവം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ ഈ കൊറോണയെ കുറിച്ച് പറയുന്ന ഉപദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? എന്താണ് നിർത്താത്തത്? ഒരാൾ ഒരു പ്രാവശ്യം കേട്ടാൽ പോരെ? കാരണം അതിന്റെ അപകടം അതുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അതിനേക്കാൾ എത്ര എത്ര വലിയ അപകടമാണ് നരകത്തിൽ ശാശ്വതനായി കഴിയുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ തൗഹീദിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. മുഹമ്മദ് തഖിയുദ്ദീൻ അൽ ഹിലാലി റഹിമഹുല്ല അറിയപ്പെട്ട ഒരു ആലിമാണ്. അദ്ദേഹം ഇന്നത്തെ മൊറോക്കോയിൽ ജീവിച്ചിരുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, അദ്ദേഹം വലിയ ഒരു ആലിമായിരുന്നു, ആദ്യകാലത്ത് സൂഫിയായിരുന്നു.
പിന്നീട് അദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഹിദായത്ത് ലഭിച്ച് ഒരു സലഫിയായി മാറി. അതിനുശേഷം അദ്ദേഹം പറയുന്നതായിട്ട് കാണാം, കിതാബു തൗഹീദ് എന്ന് പറയുന്ന നമ്മൾ വായിക്കുന്ന ഈ കിതാബ്, ഇത് ഒരു പ്രാവശ്യം വായിക്കേണ്ട കിതാബല്ല, ഇത് ഒരിക്കലും നിർത്താതെ വായിക്കേണ്ട കിതാബാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത് വായിച്ച് തീർന്നാൽ അടുത്ത പ്രാവശ്യം വീണ്ടും ഞാൻ വായിക്കാൻ തുടങ്ങും, തീർന്നാൽ വീണ്ടും ആദ്യത്തെ ബാബു മുതൽ വീണ്ടും തുടങ്ങും. ഇങ്ങനെ ഒരിക്കലും ഞാൻ കയ്യിൽ നിന്ന് വെക്കാത്ത കിതാബാണ് കിതാബു തൗഹീദ് എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്, തഫ്സീറുണ്ട്, അതുപോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ സ്വഹീഹ് ബുഖാരിയുടെ ശറഹുണ്ട്. ഇങ്ങനെ ധാരാളം കിതാബുകൾ എഴുതിയിട്ടുള്ള മഹാനാണ്. അദ്ദേഹമാണ് ഈ പറയുന്നത്, ഈ കിതാബ്, ഈ ചെറിയ പുസ്തകം ഞാൻ വായിച്ചാൽ അവസാനിച്ചാൽ വീണ്ടും വായിക്കും, അങ്ങനെ നിർത്താറില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം. തൗഹീദിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് മരണം വരെ ജീവിക്കുക, അതാണ് ഒരു മുവഹ്ഹിദിന്റെ ഉത്തരവാദിത്തം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇങ്ങനെ ഒരു ദർസിൽ ഇരുന്ന് പങ്കെടുത്ത് തൗഹീദിനെ കുറിച്ച് ചർച്ച ചെയ്ത് തൗഹീദ് നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് അള്ളാഹുവിന്റെ മഹത്വം ഓർത്ത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു ദർസ് കഴിഞ്ഞ് അടുത്ത ദർസിന്റെ ഇടയിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ അതാണ് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയുന്നത്, നല്ല മരണം എന്ന് പറയുന്നത്. നല്ല മരണം എന്ന് പറഞ്ഞാൽ പള്ളിയിലിരുന്ന് മരിക്കുക, സുജൂദിൽ കിടന്ന് മരിക്കുക എന്നത് മാത്രമല്ല, അത് വലിയ ഖൈർ തന്നെയാണ്. പക്ഷേ തൗഹീദ് നമ്മുടെ മനസ്സിൽ ഉറച്ച അവസ്ഥയിൽ മരിക്കുന്ന അതിനേക്കാളൊക്കെ വലിയ ഖൈർ. അതുകൊണ്ട് തന്നെ തൗഹീദിനെ കുറിച്ചുള്ള പഠനം അത് മടുപ്പുണ്ടാകാൻ പാടില്ല. ഈ അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ശിർക്കിലേക്കുള്ള ഓരോ ചെറിയ ചെറിയ വഴികൾ പോലും അടച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറയുന്നു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ വന്നിരിക്കുന്നു. എന്താണ് മിൻ അൻഫുസിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എന്ന് പറയാൻ കാരണം, മക്കയിലെ മുശ്രിക്കുകൾക്ക്, ഖുറൈശികൾക്ക്, അതുപോലെയുള്ള അവിടുത്തെ ഖബീലകൾക്ക് അറിയാം ആരാണ് മുഹമ്മദ്. 40 വയസ്സ് വരെ അവർക്കിടയിൽ വളരെയധികം ആളുകളോട് ഇടപഴകി ജീവിച്ച ഒരാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം അധികം യാത്രകൾ ചെയ്തിട്ടില്ല, ആകെ 2 പ്രാവശ്യം ഷാമിലേക്ക് പോയ യാത്ര മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ജനങ്ങൾക്കിടയിൽ അവരിൽ ഒരാളായി ജീവിച്ച, എല്ലാവർക്കും പരിചയമുള്ള, അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളും സത്യസന്ധതയും അമാനത്തും ഒക്കെ ബോധ്യമുള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. 2 വിശേഷണങ്ങളാണ് പറയുന്നത്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അങ്ങേയറ്റം വിഷമമുള്ള ആളാണ്, നിങ്ങൾ കഷ്ടപ്പെടാൻ കാരണമാകുന്ന കാര്യങ്ങൾ വളരെ വിഷമത്തോടെ കാണുന്ന ആളാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് ഖൈർ കിട്ടണം എന്ന് വളരെയധികം ഹിർസുള്ള, അതിയായ താല്പര്യമുള്ള ആളാണ്. അപ്പോ ഒരു ഷർറ് ഒരു മുഅ്മിനായ മനുഷ്യനെ ബാധിക്കരുത് എന്ന് നിർബന്ധമുണ്ട്, ഒരു ഖൈർ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് നിർബന്ധമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അപ്പൊ ഏറ്റവും അധികം നമ്മുടെ നസീഹത്തുള്ള മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലാണ്. നമ്മൾ സാധാരണ മാതാപിതാക്കൾ മക്കളെയൊക്കെ ഉപദേശിക്കും, മക്കൾക്ക് അപകടങ്ങൾ ഉണ്ടാകരുത്, നമുക്ക് പറ്റിയ തെറ്റുകൾ നമ്മുടെ മക്കൾക്ക് സംഭവിക്കരുത് എന്ന് പറഞ്ഞ് വളരെ നസീഹത്തോടുകൂടി ഉപദേശിക്കും. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ നസീഹത്തുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനലക്കും ബിമൻസിലത്തിൽ വാലിദി ഉഅല്ലിമുക്കും, ഞാൻ നിങ്ങൾക്ക് ഉപ്പയുടെ സ്ഥാനത്താണ്, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വാപ്പ മക്കൾക്ക് പഠിപ്പിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇഷ്ടപ്പെടുന്നില്ല. ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? നരകത്തിൽ പോകുക എന്നുള്ളതാണ്, നരകത്തിൽ ശാശ്വതരായി കഴിയുക എന്നുള്ളതാണ്. അതിന് കാരണമാകുന്നത് എന്താണ്? ശിർക്കും കുഫറും മാത്രമാണ്. മറ്റെന്ത് തെറ്റ് ചെയ്താലും നരകത്തിൽ ശാശ്വതരാവുകയില്ല. അപ്പൊ ശിർക്കിലേക്കും കുഫറിലേക്കും എത്തിക്കുന്ന എല്ലാ വഴികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടച്ചിട്ടുണ്ട്. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകൾ ഖബറുകളാക്കരുത്. എന്താ അതിന്റെ അർത്ഥം? വീടുകൾ ഖബറുകളാക്കരുത് എന്ന് പറഞ്ഞാൽ വീടുകളിൽ വെച്ച് ഇബാദത്തുകൾ ചെയ്യണം, സുന്നത്തായ നാഫിലത്തായ ഇബാദത്തുകൾ ചെയ്യണം, സുന്നത്ത് നമസ്കാരം, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, ദിക്റുകൾ, ഇൽമു പഠിക്കൽ, ഇങ്ങനെയുള്ള സ്വാലിഹായ അമലുകൾ വീട്ടിൽ വെച്ച് ചെയ്യണം. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മഖബറയിൽ വെച്ച് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കാം. ഖബറിന്റെ അടുത്ത് വെച്ച് ഇതൊന്നും ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എന്തിനാ പിന്നെ വീടുകൾ ഖബറാക്കരുത് എന്ന് പറഞ്ഞത്? ഇന്ന് നമ്മൾ കാണുന്ന മഖബറകൾ, മഹാന്മാരുടെ ഖബറിടങ്ങൾ എന്ന് പറയുന്ന മഖബറകൾ, ദർഗകൾ, അത് ഇസ്ലാമിൽ ജായിസ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? അവിടെ ഖുർആൻ ഓതുന്നുണ്ട്, അവിടെ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, അവിടെ സുജൂദ് ചെയ്യുന്നുണ്ട്, അവിടെ എല്ലാ ഇബാദത്തുകളും നടക്കുന്നുണ്ട്. ഒരു വീട്ടിലോ ഒരു പള്ളിയിലോ പോലും നടക്കാത്ത ഇബാദത്തുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അത്രയധികം ഇബാദത്തുകൾ നടക്കുന്ന, യാസീൻ ഓതുന്നു, പൈസ വാങ്ങിയിട്ട് ഓതാനുള്ള ആളുകൾ ഉണ്ടാകും. ഇങ്ങനെ വളരെ സജീവമാണ് മഖബറകൾ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ വീട് ഖബറാക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. ലാ തജ്അലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകൾ ഖബറുകളാക്കരുത്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? വീട്ടിൽ ഖബറടക്കാൻ പാടില്ല.
മരിച്ച ആളെ വീട്ടിൽ ഖബറടക്കാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്, വീട്ടിൽ ഖബറടക്കാറുണ്ട്. അത് ശരിയല്ല, പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഈ ഹദീസ് തന്നെ വിലക്കിയിട്ടുണ്ട്, ലാ തജ്അലൂ ബുയൂതക്കും ഖുബൂറ, വീട്ടിൽ ഖബറടക്കുക എന്നുള്ളത് വീട് ഖബറിടമാക്കിയതുപോലെ. രണ്ടാമത്, ആ ഖബറിനെ ആദരിച്ച് അത് പതുക്കെ ശിർക്കാവാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും കാണുന്ന ഖബർ, അതിനൊരു ബഹുമാനം കൊടുക്കും, പതുക്കെ അത് ശിർക്കിലെത്തിക്കും. മൂന്നാമത്, ആ ഖബറിനെ അപമാനിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു മുസ്ലിമിന്റെ ഹുർമത്ത്, ഒരു മുസ്ലിമിന്റെ സ്ഥാനം ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞാലും ഒരുപോലെയാണ്. മരിച്ചു കഴിഞ്ഞ ഒരു മുഅ്മിനിനും ഒരു ബഹുമാനവും വിലയും കൊടുക്കേണ്ടതുണ്ട്. ഒരു മയ്യത്തിന്റെ, മുസ്ലിമായ ഒരു മയ്യത്തിന്റെ എല്ല് ഒടിക്കുന്നത് ജീവനുള്ള ഒരാളുടെ എല്ലൊടിക്കുന്നത് പോലെയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു ഹുർമത്ത് ചിലപ്പോൾ നൽകാൻ സാധിച്ചോളണമെന്നില്ല. വീട്ടിലാകുമ്പോൾ, മക്ബറയിലാകുമ്പോൾ ആ മക്ബറ എല്ലാവരും ബഹുമാനിക്കും. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് വീട്ടിൽ ഖബറടക്കുന്നത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ തജ്അലൂ ഖബ്രി ഈദ, എന്റെ ഖബറിനെ നിങ്ങൾ ഒരു ഈദാക്കരുത്. എന്താണ് ഈദ് എന്ന് പറഞ്ഞാൽ? ഈദ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ആഘോഷം എന്ന് പറയും. ഈദ് എന്നുള്ള വാക്കിന്റെ താരീഫ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്, അൽ ഈദു മാ യുഅ്താദു മജീഉഹു വഖസ്ദുഹു. ഈദ് എന്ന് പറഞ്ഞാൽ മാ യുഅ്താദു, എന്തൊന്നാണോ പതിവാക്കപ്പെടുന്നത്, മജീഉഹു വഖസ്ദുഹു, അതിനെ ലക്ഷ്യം വെക്കലും അതിന്റെ കടന്നുവരവും പതിവാക്കുന്നത്. ആ സംഗതി ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമ്മളിങ്ങനെ ഇടക്കിടക്ക് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഈദ്. മിൻ സമാനിൻ വ മക്കാൻ, അത് ചിലപ്പോൾ ഒരു സമയമാകാം, ചിലപ്പോൾ അതൊരു സ്ഥലമാകാം. എന്ന് പറഞ്ഞാൽ ഇപ്പോ വർഷത്തിലൊരു ദിവസം, ഇന്ന ദിവസം, ഇന്ന ദിനം, മാതൃദിനം അല്ലെങ്കിൽ ശിശുദിനം, അത് എല്ലാ വർഷവും ആ ഡേറ്റിന് വന്നുകൊണ്ടിരിക്കും. അതാണ് ഈദ് എന്ന് പറയുന്നത്. നമ്മുടെ ഈദ്, ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്ർ, എന്താണ് പ്രത്യേകത? ശവ്വാൽ 1 എല്ലാ വർഷവും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. അതുപോലെ ദുൽഹിജ്ജ 10 എല്ലാ വർഷവും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഈദ് എന്ന് പറയുന്നത്. അതാണ് സമയം. ഇനി സ്ഥലം എങ്ങനെയാണ്? ആ സ്ഥലത്ത് നിന്ന് വന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇടക്കിടക്ക് ആ സ്ഥലം ഇങ്ങനെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കൃത്യമായ ഇടവേളയിൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ പ്രത്യേക ചടങ്ങുകളും ഒക്കെ നടത്തും, ആ സ്ഥലത്തെ ബഹുമാനിച്ചുകൊണ്ട്. അതാണ് ഈദ് എന്ന് പറയുന്നത്. അങ്ങനെ എന്റെ ഖബറിനെ ഒരു ഈദാക്കരുത്, അഥവാ ആളുകൾ ആ ഖബറിനെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുകയും അങ്ങോട്ട് വന്നു കൂടുകയും അവിടെ പ്രത്യേക ചടങ്ങുകൾ നടത്തുകയും ആചാരങ്ങൾ നടത്തുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുകയാണ്. വസല്ലു അലയ്യ, ഇനി ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ കൂടി നബി സല്ലല്ലാഹു ഓർമ്മിപ്പിച്ചു. കാരണം എന്താണ്? സ്വലാത്ത് ചൊല്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അടുത്ത് വരേണ്ടതില്ല. അവിടെ വന്ന് സ്വലാത്ത് ചെല്ലുക അല്ലെങ്കിൽ സലാം പറയുക, അതിനു വേണ്ടി വരേണ്ടതില്ല. വസല്ലു അലയ്യ, നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും എന്റെ പേര് സ്വലാത്ത് ചൊല്ലിക്കൊള്ളുക. ഫഇന്ന സ്വലാത്തകും തബ്ലുഗുനി ഹൈസു കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സ്വലാത്ത് എന്റെ അടുത്തെത്തും. ഇത് മറ്റു ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സ്വലാത്ത് പ്രദർശിപ്പിക്കും. ഇന്ന വ്യക്തി താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കും. സ്വലാത്ത് കേൾക്കുമെന്നല്ല, സ്വലാത്ത് അറിയിക്കും. ഇത് സ്വലാത്തിന്റെ ഫضലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ മിസ്കീന്മാരായ നമ്മളൊക്കെ ഇന്ന വ്യക്തി ഫുലാൻ ഇബ്നു ഫുലാൻ താങ്കളുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഫضലാണ്. അതുകൂടി ഹദീസ് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അങ്ങോട്ട് യാത്ര ചെയ്യേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കാം ഇതിനു വേണ്ടി. വഅൻ അലി ഇബ്നുൽ ഹുസൈൻ, അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹും സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, അന്നഹു റഅ റജുലൻ, ഒരു മനുഷ്യനെ കണ്ടു, യജീഉ ഇലാ ഫുർജത്തിൻ കാനത് ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്തുള്ള ഒരു വിടവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മതിലിലോ മറ്റൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഒരു വിടവുള്ള സ്ഥലമുണ്ട്, ഒരു ജനൽ പോലെയുള്ള സ്ഥലം എന്തോ ഉണ്ട്. അവിടേക്ക് ഇടക്കിടക്ക് വരുന്നുണ്ട്. ഫയദ്ഖുലു ഫീഹാ ഫയദ്ഉ, അവിടെ കയറി പ്രാർത്ഥിക്കുന്നുണ്ട്, ആ വിടവിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഫനഹാഹു, നബി അലി ബിൻ ഹുസൈൻ റഹിമഹുല്ലാ ആ മനുഷ്യനെ വിലക്കി. വഖാല, എന്നിട്ട് പറഞ്ഞു, അലാ ഉഹദ്ദിസുക ഹദീസൻ, ഞാൻ താങ്കൾക്ക് ഒരു ഹദീസ് പറഞ്ഞു തരട്ടെയോ? നോക്കൂ നിങ്ങൾ, മഹാന്മാരായ മുൻഗാമികൾ അവർ പരസ്പരം എങ്ങനെയായിരുന്നു? ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അവർ ഹദീസാണ് പറയുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ട ഹദീസ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഹുക്മുകൾ പറഞ്ഞു കൊടുക്കുന്നത്. അതല്ലാതെ സ്വന്തമായി ഫത്വ, ദലീലില്ലാതെ ഫത്വ പറയുകയല്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ട കാര്യം സനദോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ് ഈ വ്യക്തിക്ക്. അലാ ഉഹദ്ദിസുക ഹദീസൻ സമിഅ്തുഹു മിൻ അബി അൻ ജദ്ദി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സനദ് എന്താണ്? അൻ അബി അൻ ജദ്ദി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉപ്പ വല്യുപ്പായിൽ നിന്ന് വല്യുപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അത് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖാല ലാ തത്തഖിദു ഖബ്രി ഈദ,
എന്റെ ഖബർ നിങ്ങൾ ഈദാക്കരുത്, ആഘോഷ സ്ഥലമാക്കരുത്. വലാ ബുയൂതക്കും ഖുബൂറ, നിങ്ങളുടെ വീടുകൾ മഖ്ബറ പോലെയാക്കരുത്. വസല്ലു അലയ്യ, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുക. ഫഇന്ന തസ്ലീമക്കും യബ്ലുഗുനി ഐന കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സലാം എന്റെ അടുക്കലെത്തും. റവാഹു ഫിൽ മുഖ്താറ, ഇമാം ളിയാ അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഹദീസുൽ മുഖ്താർ എന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പോൾ ഷിർക്കിലേക്ക് എത്തിക്കുന്ന എന്ത് മാർഗങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഒരു ആഘോഷമാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക എന്നുള്ളത് അത് ബാഹ്യമായി നോക്കുമ്പോൾ നല്ലതായിട്ട് തോന്നും. പക്ഷെ പതുക്കെ ഷിർക്കിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാതിൽ അവിടെ അടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത ബാബ്, ബാബുൻ മാ ജാഅ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മ യഅബുദുൽ ഔഥാൻ, ഈ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കും, വസൻ ഔഥാനിനെ ആരാധിക്കും എന്ന അധ്യായം. ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, വഖൗലുല്ലാഹി തആല അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത് വയഖൂലൂന ലില്ലദീന കഫറു ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീല. അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു നസീബ്, ഒരു ഓഹരി ലഭിച്ച ആളുകൾ, അഥവാ യഹൂദികളും നസ്രാനികളും, അവർക്ക് തൗറാത്തും ഇഞ്ചീലും അല്ലാഹു നൽകിയിട്ടുണ്ട്. യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്, അവർ സിഹറിലും അതുപോലെ തന്നെ താഗൂത്തിലും വിശ്വസിക്കുന്നു. സിഹർ, ജിബ്ത് എന്ന് പറഞ്ഞാൽ സിഹർ, താഗൂത്ത് എന്ന് പറഞ്ഞാൽ ശൈത്താൻ. അപ്പോ അഹ്ലുൽ കിതാബ് യഹൂദികളും നസ്രാനികളും അവർ സിഹറിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ സിഹർ ചെയ്യും, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ അവർ സത്യപ്പെടുത്തും. സാഹർ ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണ് എന്നവർ സമ്മതിക്കും. അതുപോലെ ശൈത്താനെ അവർ അനുസരിക്കും, പൂജിക്കും. വയഖൂലൂന ലില്ലദീന കഫറു, അവർ കാഫിറുകളോട് പറയും, അതായത് മുശ്രിക്കുകളോട് പറയും, ഹൗലാഇ അഹ്ദാ മിനല്ലദീന ആമനൂ സബീല, നിങ്ങളാണ് മുഅ്മിനീങ്ങളെക്കാൾ അഥവാ മുസ്ലിമീങ്ങളെക്കാൾ നല്ല മാർഗത്തിലുള്ളത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? യഹൂദികളും നസ്രാനികളും കിതാബ് ലഭിച്ച ആൾക്കാരാണ്, ഇൽമുള്ള ആളുകളാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമുമായി വന്നപ്പോ അവര് എന്തു ചെയ്യും? മക്കാ മുശ്രിക്കീങ്ങളോട് പറയും, അല്ലെങ്കിൽ മദീനയിലുള്ള മറ്റ് അറബികളായ മുശ്രിക്കുകളോട് പറയും, നിങ്ങളാണ് ശരിയായ ദീനിൽ, ഞങ്ങൾക്ക് കിതാബുണ്ടല്ലോ, ഈ കിതാബ് പ്രകാരം ഈ മുഹമ്മദിനേക്കാൾ നല്ലത് നിങ്ങളാണ് എന്ന് പറയും. അവരുടെ വാക്കിന് വിലയുണ്ട്. അവർക്ക് വ്യക്തമായിട്ടറിയാം എന്ത് മുശ്രിക്കുകൾ നരകത്തിലാണ്, ശിർക്ക് അള്ളാഹു വിലക്കിയിട്ടുള്ളതാണെന്നൊക്കെ അവർക്കറിയാം. പക്ഷെ അവരുടെ ഹെക്കത്ത് കൊണ്ട്, അവരുടെ പക കൊണ്ട് അവരെന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരനാണ്, നിങ്ങളാണ് അദ്ദേഹത്തെക്കാൾ കുറച്ചെങ്കിലും മെച്ചമെന്ന് മുശ്രിക്കുകളോട് പറയുമായിരുന്നു. അപ്പൊ ഈ ആയത്തിൽ എന്താണ് പറയുന്നത്? പ്രസക്തമായ ഭാഗം എന്താണ്? സിഹർ ചെയ്യുക, അതുപോലെ തന്നെ ഷെയ്ത്താനിൽ വിശ്വസിക്കുക. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇത് അഹ്ലുൽ കിതാബ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അവർക്ക് വേദഗ്രന്ഥം ലഭിച്ചിട്ടും അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയിട്ടും ഈ അവസ്ഥയിൽ അവരെത്തിയിട്ടുണ്ട് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്, മുൻഗാമികൾക്ക് സംഭവിച്ച ദലാലത്ത്. അടുത്ത ആയത്ത്, ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ വളരെ മോശമായ പ്രതിഫലം ലഭിക്കാനിരിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ? മല്ലഅനഹുല്ലാഹ്, അള്ളാഹു ശപിച്ച ആളുകൾ, വഗളിബ അലൈഹി, അള്ളാഹു അവരെ കുറിച്ച് കോപിച്ചിട്ടുണ്ട്, വജഅല മിൻഹുൽ ഖിറദത വൽ ഖനാസീർ, അവരിൽ നിന്ന് ചിലരെ അള്ളാഹു കുരങ്ങുകളും പന്നികളുമാക്കി മാറ്റിയിട്ടുണ്ട്. യഹൂദികളെ കുറിച്ചാണ് പറയുന്നത്. വഅബദ താഗൂത്ത്, അവർ താഗൂത്തിനെ അഥവാ പിശാചിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യഹൂദികൾ ചെയ്തിട്ടുള്ളതാണ്, അവര് ശിർക്ക് ചെയ്തിട്ടുണ്ട്. വഖൗലുഹു, അല്ലാഹു തആല പറയുന്നു, ഖാലല്ലദീന ഗലബു അലാ അംരിഹിം, സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറഞ്ഞപ്പോ അവര് ആ ഗുഹയിൽ കുറെ കാലം ഉറങ്ങിക്കിടക്കുകയും അല്ലാഹു തആല അവരെ പിന്നീട് ജീവൻ നൽകുകയും ചെയ്തു. അതിനുശേഷം അവർ മരണപ്പെട്ടപ്പോ ഇത്രയും വലിയ കറാമത്ത് സംഭവിച്ച ആളുകളാണല്ലോ എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ എന്ത് ചെയ്തു? അവര് ഈ മഹാന്മാരുടെ ഖബറിനടുത്ത് പള്ളി ഉണ്ടാക്കി. അള്ളാഹു അവരെ ആക്ഷേപിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തുകൾ, 3 ആയത്തുകൂടെ കൊടുത്തത് എന്തിനാണ്? മുൻഗാമികളായ സമുദായങ്ങൾ ചെയ്തിട്ടുള്ള ഷിർക്ക്, കുഫർ, സിഹർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞത്? ഈ 3 ആയത്തുകളും ഇനി പറയാൻ പോകുന്ന ഹദീസുമായി കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാവുക. അടുത്ത ഹദീസ് എന്താണ്? അൻ അബി സഈദ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ, നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ള ഉമ്മത്തുകളെ, സമുദായങ്ങളെ പിന്തുടരും, അവരുടെ ചര്യകൾ പിന്തുടരും. ഹദ്വൽ ഖുദ്ദതി ബിൽ ഖുദ്ദ, ഖുദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഒരു അമ്പിന്റെ ഏറ്റവും പിന്നിലുള്ള വശമാണ്. അപ്പോൾ ഒരു അമ്പ് ചെയ്തിട്ട് അതിന്റെ പിറകിൽ അടുത്ത അമ്പ് പോകുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യും? അവർക്ക് പിറകിൽ പോയിക്കൊണ്ടേയിരിക്കും.
ഹത്ത ലൗ ദഖലു ജുഹറ ദബ്ബിൻ ലദഖൽതുമൂഹു. എത്രത്തോളം എന്ന് വെച്ചാൽ അവര് ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അതിന് പിറകിൽ പോയി പ്രവേശിക്കും. ഉടുമ്പിന്റെ മാളത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് വളരെ പ്രയാസം പിടിച്ച മാളങ്ങളായിരിക്കും ഉടുമ്പുണ്ടാക്കുക. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറേ ഊടുവഴികൾ അതിന്റെ ഉള്ളിൽ ഉണ്ടാക്കി വെക്കും. ആവശ്യമില്ലാതെ ഇടത്തും വലത്തും ഒക്കെ തിരിഞ്ഞു പോകുന്ന കുറേ വഴികൾ ഉണ്ടാക്കി വെക്കും. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അങ്ങനെ പ്രയാസമുള്ള ഒരു കാര്യം ഈ അഹ്ലുൽ കിതാബുകാർ ചെയ്താലും നിങ്ങൾ അതിന്റെ പിന്നാലെ പോകും. ഇത് നമ്മൾ വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ളൊരു കാര്യമാണ് അവരനുകരിക്കുക എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ സമുദായത്തിൽ പലരും നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവരെ പൂർണ്ണമായും അനുകരിക്കും. ഒരു അമ്പ് അടുത്ത അമ്പിനെ പിന്തുടരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരമ്പ് അതിന്റെ മുമ്പുള്ള അമ്പിനെ പിന്തുടരുന്നത് പോലെ നിങ്ങൾ അവരെ പിന്നാലെ പോകും എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത എല്ലാ ഹറാമുകളും ചെയ്യുമല്ലോ. അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളാണ് ഷിർക്ക്, സിഹർ, അതുപോലെ തന്നെ ഈ ആയത്തുകൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഈ ഉമ്മത്തിൽ സംഭവിക്കും എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്രമാത്രം ഫഹം അദ്ദേഹത്തിന് ഉണ്ടെന്ന് നോക്കും. ഖുർആനും ആയത്തുകളും യോജിപ്പിച്ച് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യമാണ്. ഇപ്പൊ ചില ആളുകൾ ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾ എന്ത് പറയും? മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഒരിക്കലും മുശ്രിക്കാവുകയില്ല. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവരെ മുശ്രിക്കാക്കുക അതെങ്ങനെയാന്ന് ചോദിക്കും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവർ തന്നെ ഷിർക്ക് ചെയ്യും എന്നാണ് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഉമ്മത്ത് ഷിർക്കിന്റെ കാര്യത്തിൽ മുൻഗാമികളെ പിന്തുടരും. അത് അടുത്ത ബാബുകൾ കൂടുതൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ഈ ആയത്തുകളും ഹദീസുകളും യോജിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഷിർക്ക് സംഭവിക്കുകയില്ല, മുസ്ലിം സമുദായത്തിൽ ഷിർക്ക് സംഭവിക്കുകയില്ല എന്ന് പറയുന്നത്? കാരണം അവർ ചെയ്യുന്നത് ഷിർക്കാണ്. ഷിർക്ക് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഷിർക്ക് എന്നുള്ള അടുത്ത ചോദ്യം ഉണ്ടാകും. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഷിർക്കാണെന്ന് പുറത്തറിയും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഷിർക്കിന്റെ പ്രബോധകന്മാര്, ഷിർക്ക് പ്രചരിപ്പിക്കുന്നവർ പറയുന്ന ഒരു വാദമാണ്. അതിനുള്ള മറുപടിയാണ് അദ്ദേഹം ഈ അധ്യായത്തിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ മുൻഗാമികളായ കുഫാറുകളെ, നസ്രാനികളെയും യഹൂദികളെയും മറ്റു കാഫറുകളെയും അനുകരിക്കുന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ താക്കീത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മുൻഗാമികളെ പിന്തുടരുമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് അൽ യഹൂദു വൻ നസാറ, യഹൂദികളും നസ്രാനികളുമാണ് ഉദ്ദേശം. ഖാല ഫമൻ, നബി സല്ലല്ലാഹു അലൈഹി ചോദിച്ചു അവരല്ലാതെ പിന്നെ ആരാണ്? ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. അപ്പോൾ ശരീഅത്ത് ഹറാമാക്കിയിട്ടുള്ള, അള്ളാഹും റസൂലും വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ് തശബ്ബുഹു ബിൽ കുഫാർ, കാഫിറുകൾ അനുകരിക്കുക എന്നുള്ളത്. അത് അള്ളാഹും റസൂലും ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. വലിമുസ്ലിമിൻ അൻ തൗബാൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സവാലിയൽ അർദ്, അള്ളാഹു എനിക്ക് ഭൂമിയെ ചുരുട്ടി കാണിച്ചു തന്നിരിക്കുന്നു. ഭൂമിയെ അള്ളാഹു തആല അതിന്റെ എല്ലാ ഭാഗവും കാണാൻ പാകത്തിൽ ചുരുട്ടി എന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ, ഞാൻ അതിന്റെ കിഴക്കും പടിഞ്ഞാറും കണ്ടു. വ ഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽകുഹ മാ സുവിയ ലീ മിൻഹ, എനിക്ക് ആ ചുരുട്ടി കാണിച്ചു തന്ന ഭൂമി മുഴുവൻ എന്റെ ഉമ്മത്തിന്റെ മുൽക്ക്, ആധിപത്യം എത്തുക തന്നെ ചെയ്യും. വ ഉഅതീതുൽ കൻസൈൻ, രണ്ട് നിധികൾ എനിക്ക് നൽകിയിരിക്കുന്നു. അൽ അഹ്മറ വൽ അബ്യദ്, ചുവപ്പും വെള്ളയും അഥവാ സ്വർണവും വെള്ളിയും എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്ത് ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകും എന്ന് മുൻകൂട്ടി അറിയിക്കുകയാണ്. വ ഇന്നി സഅൽതു റബ്ബി ലി ഉമ്മതി, എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാ യുഹ്ലികഹ ബിസനത്തിൻ ബിആമ്മ, ഒരു പട്ടിണി വർഷം കൊണ്ട് ഒറ്റയടിക്ക് ഈ ഉമ്മത്ത് നശിച്ചു പോകുന്നത്. മുൻപ് കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. മരുഭൂമികളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഗോത്രങ്ങളായിട്ടാണ് ആളുകൾ താമസിക്കുക. ഒരു വർഷം മഴയില്ലെങ്കിൽ അവിടെ ആ മഴ പെയ്യാഞ്ഞ കബീല അവരുടെ കഥ കഴിഞ്ഞു, അവരെല്ലാം മരിച്ചുപോയി. കാരണം വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ നശിച്ചു പോകും. ഇത് സർവ്വസാധാരണമായിരുന്നു. ഇന്നത്തെ പോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാനും ഭക്ഷണം എത്തിക്കാനും ഒന്നും പണ്ട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഉമ്മത്ത് ഇതുപോലെ ഒരു പട്ടിണി വർഷം വന്നിട്ടെല്ലാം ഒരുമിച്ച് ഇല്ലാതായി പോകുന്നത് അത് ഉണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അവർക്ക് പുറമേ നിന്നുള്ള ഒരു ശത്രു വന്നിട്ട് ഇവരെ ഒന്നടങ്കം കൊന്നുകളയുന്നത് അങ്ങനെ ഉണ്ടാകരുത്. അതും പണ്ട് കാലത്ത് സർവ്വസാധാരണമായിരുന്നു. ഒരു ഗോത്രം അടുത്ത ഗോത്രത്തെ ആക്രമിക്കുകയും അതിലാരെയും ബാക്കി വെക്കാതെ നശിപ്പിക്കുകയും ചെയ്യും. അതൊക്കെ സാധാരണമായിരുന്നു. അങ്ങനെ ഉണ്ടാവരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വഇന്ന റബ്ബി ഖാൽ, എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, യാ മുഹമ്മദ് ഇന്നി ഇദാ ഖളൈതു ഖളാഅൻ ഫഇന്നഹു ലാ യുറദ്, മുഹമ്മദേ ഞാൻ ഒരു കാര്യം വിധിച്ചാൽ അത് പിന്നെ തള്ളപ്പെടുകയില്ല. വഇന്നി അഅതൈതുക ലി ഉമ്മതിക, ഞാൻ നിന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ നിനക്ക് നൽകുകയാണ്, നിന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. അല്ലാ ഉഹ്ലികഹും ബിസനത്തിൻ ബിആമ്മ, പട്ടിണി കൊണ്ട് ക്ഷാമം കൊണ്ട് പൂർണ്ണമായ നാശമുണ്ടാവുകയില്ല.
വല്ല ഉസല്ലിതു അലൈഹിം അദുവൻ മിൻ സിവ അൻഫുസിഹിം ഫയസ്തബിഹ ബീറതഹും, അവരെ അടിമുടി നശിപ്പിക്കുന്ന ഒരു ശത്രുവിനെ അവർക്കെതിരെ അയച്ചു വിടുകയുമില്ല, പൂർണ്ണമായ നാശമുണ്ടാവുകയില്ല. വലൗ ഇജ്തമഅ അലൈഹിം മൻ ബിഅഖ്താരിഹാ, ഭൂമിയുടെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള ശത്രുക്കളൊക്കെ ഒരുമിച്ച് കൂടിയാലും ശരി മുസ്ലിമീങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ സാധിക്കുകയില്ല. ഹത്താ യകൂന ബഅദുഹും യുഹ്ലികു ബഅദാ, പക്ഷേ അവർ പരസ്പരം നശിപ്പിക്കും. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ പരസ്പരം നശിപ്പിക്കും. വയസ്ബിയ ബഅദുഹും ബഅദാ, അവർ പരസ്പരം യുദ്ധം ചെയ്ത് ഒരു കൂട്ടർ മറ്റുള്ളവരെ അടിമകളാക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ള കാര്യമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളിൽപ്പെട്ടൊരു കാര്യമാണിത്. ആലോചിച്ച് നോക്കൂ, പരസ്പരം സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ആളുകളോടാണ് ഇത് പറയുന്നത്. പരസ്പരം സഹോദരങ്ങളെപ്പോലെ, സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരനെ പോലെ സ്നേഹിക്കുന്ന സ്വഹാബിമാരോടാണ് പറയുന്നത്. ഈ സമുദായം പരസ്പരം യുദ്ധം ചെയ്യും. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ് യുദ്ധം എന്ന് പറയുന്നത് ഉണ്ടാവുക? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വിശ്വാസങ്ങൾ വ്യത്യസ്തമാകുമ്പോഴാണ്, വ്യത്യസ്തമായ വിശ്വാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ ഈ ഉമ്മത്ത് പരസ്പരം യുദ്ധം ചെയ്ത് അടിമകളാക്കും എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഷിർക്കും കുഫറും ഒക്കെ വരും എന്നർത്ഥം. ഷിർക്കും കുഫറും ഉണ്ടാകുമ്പോൾ അവർ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് ഇതിൽ നിന്ന് വ്യക്തമാണ്. പിൽക്കാലത്ത് ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പരസ്പരം കൊന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിൽപ്പെട്ടതുമാണ്. വസാദ, മറ്റൊരു റിവായത്തിൽ ഇങ്ങനെയാണുള്ളത്, ഇതിൽ ഈ ഹദീസിന്റെ ബാക്കിയായിട്ട്, വഇന്നമാ അഖാഫു അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ പേടിക്കുന്നത് അൽ അഇമ്മത്തൽ മുദില്ലീൻ, വഴിപിഴപ്പിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കന്മാരെയാണ്. വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാരെയാണ്. അഇമ്മത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരും ഭരണാധികാരികളും ഉൾപ്പെടും. ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന പണ്ഡിതന്മാരെയും ഭരണാധികാരികളെയും ആണ് ഞാൻ ഭയപ്പെടുന്നത്. വഇദാ വഖഅ അലൈഹിമുസ് സൈഫ്, അവർ തമ്മിലുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ, സമുദായത്തിനുള്ളിൽ കലാപങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ, ലം യുർഫ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ, അന്ത്യദിനം വരെ അത് അവസാനിക്കുകയില്ല. ഈ സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിലാണ് ആദ്യമായിട്ട് മുസ്ലിങ്ങൾ തമ്മിൽ കലാപങ്ങൾ ഉണ്ടായത്, ഖവാരിജികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി. അന്നു മുതൽ ഇന്ന് വരെ ഈ കലാപങ്ങളും അതുപോലെ തന്നെ ഏറ്റുമുട്ടലുകളും തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് അവസാനിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വലാ തഖൂമു സ്സാഅതു ഹത്താ യൽഹഖ ഹയ്യും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. ഇനിയുള്ളതാണ് പ്രസക്തമായ ഭാഗം, നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളത്. വലാ തഖൂമു സ്സാഅ, അന്ത്യദിനം സംഭവിക്കുകയില്ല. ഏതുവരെ? ഹത്താ യൽഹഖ ഹയ്യും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ഗോത്രം അഥവാ ഒരു കൂട്ടം ആളുകൾ ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുമായി ഒത്തുചേരുന്നത് വരെ. അപ്പൊ മുശ്രിക്കുകളെ പോലെയാകും. മുശ്രിക്കുകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, ബിംബാരാധകർ, വിഗ്രഹാരാധകർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതതുപോലെ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ചെയ്യും. നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തോ അവിടുത്തെ വഫാത്തിന് ശേഷമുള്ള ഏകദേശം 100 വർഷമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ കാലം സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യമാണിത്. മുസ്ലിം സമുദായത്തിൽ ഒരു കൂട്ടർ ഒന്നടങ്കം മുശ്രിക്കുകളുടെ കൂടെ കൂടി മുശ്രിക്കുകളായി മാറുക എന്നുള്ളത്. അത് പിന്നീട് മുസ്ലിം സമുദായത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണോ മുശ്രിക്കുകൾ, ബഹുദൈവാരാധകർ ചെയ്യുന്നത് അതതുപോലെ ചെയ്യുന്നു. അവർ വിഗ്രഹത്തിന് മുമ്പിൽ എണ്ണ വെച്ച് ആ എണ്ണ അത് ഭക്തിപൂർവ്വം എടുത്ത് പുരട്ടുന്നു, കുടിക്കുന്നു. അതുപോലെ ഖബറിന് മുമ്പിൽ വിളക്ക് വെച്ച് അവിടെ ചെയ്യുന്നു. അവർ ബിംബത്തോട് എന്താണോ ചോദിക്കുന്നത് അതൊക്കെ ഖബറിന്റെ അടുത്ത് പോയി ചോദിക്കുന്നു. ഇങ്ങനെ മുശ്രിക്കുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പാടെ ചെയ്യുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല. എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ ബിംബങ്ങളെ ആരാധിക്കുന്നത് വരെ അന്ത്യദിനം സംഭവിക്കില്ല. അപ്പൊ ചില ആൾക്കാർ പറയും ഖബർ എന്ന് പറയുന്നത് വസനല്ല, ബിംബമല്ലല്ലോ. ബിംബം വേറെ, ഖബർ വേറെ. പക്ഷെ വസൻ എന്ന് പറഞ്ഞാൽ ബിംബം എന്നല്ല അർത്ഥം. വസൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യൻ നേരിട്ട് ഇടപഴകിക്കൊണ്ട് ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളാണ് വസൻ എന്ന് പറയുന്നത്. സ്വനമുൻ എന്ന് പറഞ്ഞാലാണ് വിഗ്രഹം. സ്വനമുൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെയോ മറ്റെന്തെങ്കിലും ജീവികളുടെയോ ജീവനുള്ള വസ്തുവിന്റെയോ രൂപത്തിൽ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങൾക്കാണ് സ്വനമുൻ എന്ന് പറയാം. അപ്പോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആരാധ്യ വസ്തുക്കളെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഫിആമുൻ മിൻ ഉമ്മത്തി എന്നാണ് പറഞ്ഞത്, ആരാധിക്കുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല. വഅന്നഹു സയകൂനു ഫി ഉമ്മത്തി കദ്ദാബൂന 30, എന്റെ ഉമ്മത്തിൽ 30 കള്ളന്മാർ കടന്നു വരാനുണ്ട്. കുല്ലുഹും യസ്ഉമു അന്നഹു നബി, ഞാൻ നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവർ കടന്നു വരിക. വഅന ഖാതമുൻ നബിയീൻ, ഞാൻ അന്ത്യപ്രവാചകനാകുന്നു. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ഒരു തെളിവാണ്. മുൻകൂട്ടി പറയുകയാണ്, ഞാൻ നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 30 ആളുകൾ വരും. അങ്ങനെയുള്ള ആളുകൾ വന്നിട്ടുണ്ട്.
ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഈ ഉമ്മത്തിൽ കുറെ ആൾക്കാർ ശിർക്ക് ചെയ്യും, അതുപോലെ ഈ ഉമ്മത്ത് പരസ്പരം യുദ്ധം ചെയ്യും, പരസ്പരം അടിമകളാക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു മുഅ്മിന് സ്വാഭാവികമായും വിഷമം ഉണ്ടാകും. അതിനുള്ള പരിഹാരം എന്താണ്? അതുപോലെ തന്നെ ഈ വിഷമകരമായ കാര്യങ്ങൾക്കിടയിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി അലൽ ഹഖ് മൻസൂറ, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം, ഒരു കക്ഷി ഹക്കിൽ ഉറച്ചു നിൽക്കും, അള്ളാഹുവിന്റെ സഹായം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരെ എതിർക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് അവരെ വഞ്ചിക്കുന്ന ആളുകൾ, അവരെ കൊണ്ടൊന്നും ഈ കക്ഷിക്ക്, ഈ വിഭാഗത്തിന് യാതൊരു അപകടവും ഉണ്ടാവുകയില്ല. ഹത്താ യഅതിയ അംറുല്ലാഹി തബാറക വതആല, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് വരെ, അഥവാ അന്ത്യദിനം സംഭവിക്കുന്നത് വരെ ഇവർക്ക് യാതൊരു ദോഷവും ബാധിക്കുകയില്ല. ആരാണ് ഈ പറഞ്ഞ കക്ഷി? ചില ഹദീസുകൾ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരു കക്ഷി ഹക്കിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കും, മൻ ഹും യാ റസൂലല്ലാഹ്, അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്ന് ഞാനും എന്റെ സഹാബത്തും ഏത് രീതിയിലാണോ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. ഒരേ സമയത്ത് നമുക്ക് പ്രതീക്ഷയും ഭയവും ഉണ്ടാക്കുന്ന ഒരു ഹദീസാണിത്. ഒരേ സമയത്ത് നമുക്ക് പ്രതീക്ഷയുണ്ടാക്കുന്നു, അതേ സമയത്ത് തന്നെ പേടിയും ഉണ്ടാക്കുന്ന ഹദീസാണ്. എന്താണ് പ്രതീക്ഷ? പ്രതീക്ഷ എന്ന് പറയുന്നത്, നമ്മൾ ഈ വഴിയിലാണെങ്കിൽ, ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ മാർഗവും പിന്തുടരുന്നവരാണെങ്കിൽ മൻസൂറ, സഹായിക്കപ്പെടും. ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് അത്തായിഫത്തുൽ മൻസൂറ, സഹായിക്കപ്പെടുന്ന കക്ഷി എന്നിവരെ കുറിച്ച് പറഞ്ഞത്? അള്ളാഹു സഹായിക്കുന്ന കക്ഷി എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആരെങ്കിലും സഹായിക്കുന്ന കക്ഷി എന്നല്ല പറഞ്ഞത്. കാരണം പല വഴിക്കായിരിക്കും ഇവർക്കുള്ള സഹായം വരിക. അള്ളാഹു തന്നെയാണ് സഹായിക്കുന്നത്, പക്ഷെ അള്ളാഹുവിന്റെ സഹായം ചിലപ്പോൾ മനുഷ്യരെ കൊണ്ട്, ചിലപ്പോൾ ശത്രുക്കളെ കൊണ്ട് തന്നെ സഹായങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ജിന്നുകളെ കൊണ്ട് വരെ അള്ളാഹു സഹായിപ്പിച്ചു എന്ന് വന്നേക്കാം. ഇങ്ങനെ അള്ളാഹു തആല ഈ പ്രപഞ്ചത്തിലെ അവൻ ഉദ്ദേശിക്കുന്ന ശക്തികളെ കൊണ്ട് ഈ ഹക്കിന്റെ കക്ഷിയെ സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഏതൊക്കെ ഭിന്നിപ്പിന്റെയും കക്ഷിത്വങ്ങളുടെയും ശത്രുക്കളുടെയും ഒക്കെ നടുവിലായിരുന്നാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ആരൊക്കെ എതിർത്താലും ആരൊക്കെ വഞ്ചിച്ചാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും ഈ കൂട്ടർക്ക്. അതുപോലെ നമുക്ക് പേടിയുണ്ടാക്കുന്ന കാര്യം എന്താണ്? നമ്മൾ ഈ പറഞ്ഞതുപോലെ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ആ വിശേഷണം നമ്മളിൽ ഉണ്ടോ എന്നുള്ളതാണ്. അതാണ് മാനദണ്ഡം. അതല്ലാതെ ഈ കക്ഷിയിൽപ്പെട്ട ഒരാളുണ്ട്, അയാളെ കൂടെ കൂടിയവരൊക്കെ പിന്നെ ഇതിൽ മെമ്പർമാര്, അതിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്കൊക്കെ അള്ളാന്റെ സഹായം, അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു കാര്യം. അങ്ങനെയല്ല, നേരെ മറിച്ച് മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ആരാണോ റസൂലിന്റെയും സഹാബത്തിന്റെയും മാർഗം പിന്തുടരുന്നത്, അത് ചിലപ്പോൾ ഒരാൾ ഇന്ത്യയിലായിരിക്കും, അടുത്ത ആൾ ആഫ്രിക്കയിലായിരിക്കും, മൂന്നാമത്തെ ആൾ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും. ഇവരൊക്കെ കൂട്ടിയിട്ടാണ് പറയുന്നത് അത്തായിഫത്തുൽ മൻസൂറ. അതല്ലാതെ പരസ്പരം പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പരസ്പരം നേതാവും അനുയായിമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഓരോരുത്തരുമാണ് ഇതിൽ അംഗങ്ങളാകാൻ ശ്രമിക്കേണ്ടത്. അപ്പൊ ഈ സിഫത്ത്, ഈ പറഞ്ഞ വിശേഷണം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഏറ്റുമുട്ടലും, എല്ലാ കലാപങ്ങളും, എല്ലാ ഉള്ളിലുള്ള പ്രശ്നങ്ങളും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യദുർറുഹും മൻ ഖാലഫഹും ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതിയ അംറുല്ലാഹി തബാറക വതആല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്ന, അള്ളാഹുവിന്റെ റസൂൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്ന ഹദീസ് കൂടിയാണിത്. അതുപോലെ നമ്മുടെ നമ്മുടെ അധ്യായത്തിന്റെ പ്രസക്തമായ ഭാഗം എന്താണ്? ഈ ഉമ്മത്തിൽ ഒരു കൂട്ടം ആളുകൾ, അവർ ഈ ശരിയായ മാർഗം വിട്ട് ഹത്താ യൽഹഖ ഫിആമുൻ മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ കൂടെ കൂടുകയും ചെയ്യും. അപ്പൊ ശിർക്ക് ഈ ഉമ്മത്തിൽ സംഭവിക്കുകയില്ല എന്ന് പറയുന്നവർക്ക് വ്യക്തമായ മറുപടിയാണ് ഈ ഹദീസ്. അതുപോലെ മുശ്രിക്കീങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടാകും. ഹത്താ തഅബുദ ഫിആമുൻ മിൻ ഉമ്മത്തി അൽ ഔസാൻ, വസനുകളെ, നിർജീവ വസ്തുക്കളെ ആരാധിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും എന്നും ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. അടുത്ത അധ്യായം അടുത്ത ആഴ്ച നമുക്ക് വായിക്കാം. അല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.